കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 84-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 84 സെഷനുകൾ പിന്നിടുവാനും തിരുവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമുക്ക് കൃപ തന്നു. എല്ലാത്തിനായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ക്ലാസ്സിലായിരുന്നു. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം എല്ലാവർക്കും തന്നിരിക്കുന്ന വലിയ ഉത്സാഹത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കും നാട്ടിലായിരിക്കാനും കോട്ടയത്തെ ചർച്ചിൽ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചു. മറ്റ് പല മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഇടയായി. നമ്മുടെ കർത്തൃദാസന്മാരെയും സുവിശേഷ വേലയിൽ ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കുന്നവരെയൊക്കെ കാണുവാനും പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ ഞാൻ ഓർക്കുന്നു, കോട്ടയത്ത് കോടിമതയിലുള്ള ലേക്ക് സിറ്റി ലയൺസ് ക്ലബിലാണ് നമ്മുടെ കോട്ടയത്തെ ചർച്ച് കൂടി വരുന്നത്. കോടിമത എന്ന് പറയുന്നത് കോടിമത പോലീസ് സ്റ്റേഷന് മുന്നേ കൂടുള്ള റോഡ് വഴി ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ആണ്, അതിന്റെ എൻഡ് ആണ് കോടിമത ലേക്ക് സിറ്റി ലയൺസ് ക്ലബ്ബ്. ആ ലയൺസ് ക്ലബിന്റെ ഒരു ഹാളിലാണ് നമ്മൾ കൂടി വരുന്നത്. അവിടുത്തെ മനോഹരമായ ഒരാലയം നമുക്ക് അവിടെ കൂടിവരവിനായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ അത് ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാവർക്കും അവിടെ കടന്നു വരുവാനും കഴിയുന്നത്രയും ആ ആരാധനയിൽ കൂടി വരുവാനും ബ്രദർ എൽദോ വർഗീസ് അവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കർത്താവിൻദാസൻ ലീഡ് ചെയ്യുന്ന ആ മീറ്റിങ്ങിൽ കഴിയുന്നത്രയും അവിടെ ചെന്ന് ചേരാൻ കഴിയുന്നവര് അതിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവം ധാരാളമായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം, അതിന്റെ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് വായിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ലഭിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യവും ഇന്ന് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന അനേകർക്ക് അറിയാൻ മേലാത്ത ഒരു സത്യവുമാകിയാൽ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. പലരും മനസ്സിലായിട്ടില്ലെങ്കിലും ചോദിക്കാൻ പോലും തുനിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ആ ഒരു വിഷയം വാസ്തവമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ പർപ്പസ് എന്താണ്, നാം എന്തിനു വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ആത്യന്തികമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ചോദ്യം ഇതാണ്, നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വർഗത്തെ ശുദ്ധീകരിക്കുമെന്നും അതിനെ റീകൺസൈൽ ചെയ്യുമെന്നും സാത്താനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുമെന്നും നാം അതിനെ അവിടെ നിത്യം വാഴുമെന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് സ്വർഗത്തെ ശുദ്ധീകരിച്ച് അതിനെ റിഡീം ചെയ്ത് അതിനെ വീണ്ടെടുത്ത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന നാം അതിന്റെ ഭാഗമായിരിക്കും, നാം സ്വർഗത്തിൽ വാഴും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് സ്വർഗം പരിശുദ്ധമായ ഒരു സ്ഥലമല്ലേ? സ്വർഗത്തിൽ ദൈവം വസിക്കുന്ന ഇടമല്ലേ? ഭൂമി മാത്രമല്ലേ സാത്താന്റെ ഇൻഫ്ലുവൻസിലായി പോയിട്ടുള്ളൂ? ഭൂമിയെ അല്ലേ വീണ്ടെടുക്കേണ്ടുന്നത്? സ്വർഗത്തെ എന്തിനാണ് വീണ്ടെടുക്കുന്നത്? അവിടെ എന്താണ് പ്രോബ്ലം? അവിടെ ദൈവം വസിക്കുന്ന ഇടമല്ലേ? അവിടെ നമ്മൾ സാത്താനെ നീക്കിയിട്ട് നമ്മൾ അവിടെ പോകാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആ ഒരു വിഷയം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ചിലര് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുൻപ്. എന്നാൽ ഇന്ന് സന്ദർഭവശാൽ അതിൽ ചേർത്ത് മറുപടി പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ പറയുന്ന ഭൂമിയല്ല സ്വർഗമാണ്. അവിടെ പറയുന്ന ആകാശമല്ല സ്വർഗമാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ഇവിടെ സ്വർഗവും ഭൂമിയും 2 ഡിസ്റ്റിങ്ക്ട് തലങ്ങളാണ്. ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആദിയിൽ ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി, അതിലെല്ലാം ഉൾപ്പെടും. എന്നാൽ വളരെ സ്പെസിഫിക് ആയിട്ട് ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ഒറ്റ വാക്കിൽ പറഞ്ഞു വിട്ടെങ്കിലും ആ ഹെവൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വർഗത്തിലുള്ള സകലത്തെയും അതോടൊപ്പം ദൈവം സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീടുള്ള പല വേദഭാഗങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ ക്ലാരിറ്റി ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഈ സൃഷ്ടികളെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയും യേശു ക്രിസ്തു മുഖാന്തരവുമാണ് ഈ സൃഷ്ടികളെ മുഴുവനും, സ്വർഗത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനൊരു വാക്യം നിങ്ങളെ കാണിച്ച് ആ വിഷയത്തിലേക്ക് വരാം. ഇതാ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവിടെ പറയുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും
അദൃശ്യമായതും. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും കർത്താവിന്റെ മഹത്വവും പറഞ്ഞു വരുന്ന ആ ലൈനിലാണ്, അടുത്ത സ്റ്റെപ്പിലാണ് ഇത് പറഞ്ഞു വരുന്നത്. അവിടെ പറയുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകല സംഗതികളും, ഇന്ന് ദൃശ്യമായതും അദൃശ്യമായതും. ദാറ്റ് മീൻസ് എവറിത്തിങ് ഈസ് കവേർഡ് ഇൻ ദാറ്റ്. നമുക്ക് കാഴ്ചയിൽ കിട്ടുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതുമായ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ തിമോത്തിയോസിന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം, അതിന്റെ 6-ാം അധ്യായം 15-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം, യേശു ക്രിസ്തു ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും അമർത്യതയുള്ളവനുമാകുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചും കർത്താവിന് വേണ്ടിയുമാണ് ഇത് മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുക. സ്വർഗവും ഭൂമിയും അതിലുള്ള സകലതും അവനായും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് ഭൂമി മാത്രമല്ല, സ്വർഗവും സ്വർഗത്തിലുള്ളതും എല്ലാം ദൈവത്തിന്റെ ആ ജുഡീഷ്യറിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി പുതിയ ഒരു സ്വർഗത്തെ ദൈവം സൃഷ്ടിക്കുന്ന ഒരു കാലമുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ 21-ാമത്തെ അധ്യായം, അതിന്റെ 1-ാം വാക്യം അത് കണ്ടോ? അത് പറയുന്നത് കണ്ടോ? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഇത് അടുത്ത ഒരു സൃഷ്ടിയാണ്. വെളിപ്പാട് പുസ്തകം അത് ഈ കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയ യുഗം വിരിയും എന്ന് പറയുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്തെക്കുറിച്ച് പറയും, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുക. ആൻഡ് ഐ സോ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. മനസ്സിലായോ? ഈ കാണുന്ന ആകാശവും ഈ സ്വർഗവും ഈ ഭൂമിയുമല്ല, പുതിയൊരു സ്വർഗവും പുതിയൊരു ഭൂമിയും. ഫോർ ദ ഫസ്റ്റ് ഹെവൻ ആൻഡ് ദ ഫസ്റ്റ് എർത്ത് വെർ പാസ്ഡ് അവേ ആൻഡ് ദെർ വാസ് നോ മോർ സീ. ഇവിടെ ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുക. ബൈ മിസ്റ്റേക്ക് പറ്റിയതായിരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്തേനെ. ഇത് നിത്യതയിലും 2 റലമാണ്. ഇത് ഡിസ്റ്റിങ്ക്ട് റലങ്ങളായിട്ട്, 2 പ്രത്യേക തലങ്ങളായിട്ട് ഇത് തുടരും. ഇത് ദൈവം പർപ്പസ്ലി ചെയ്തിരിക്കുന്ന 2 ദൈവിക സ്ഥലങ്ങളാണ്, ദൈവിക പർപ്പസുകളാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും ദൈവം 2ആയിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ സൃഷ്ടി, സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ സ്വർഗത്തിലെ സൃഷ്ടിയിലെ ഏറ്റവും അതിമനോഹരമായിട്ടും ഏറ്റവും ഗാംഭീര്യമായിട്ടും അതിഭംഗിയായിട്ട് ദൈവം സൃഷ്ടിച്ചിരുന്നത്, ഭംഗി എന്നല്ല, ഏറ്റവും മനോഹരമായിട്ടോ മഹത്വമേറിയതായിട്ടോ, എന്താണ് അതിന് ഉപയോഗിക്കേണ്ട വേർഡ് എനിക്കറിയത്തില്ല, അതുപോലെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയായിരുന്നു ലൂസിഫർ, അല്ലെന്നുണ്ടെങ്കിൽ സാത്താന്റെ തലവൻ ബേൽസെബൂൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സാത്താന്റെ, ഈ ലൂസിഫർ എന്ന് ബൈബിളിൽ പറയുന്നില്ലെങ്കിലും സാത്താൻ, പഴയ പാമ്പായ സർപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവനെയാണ് ദൈവം സകല സൃഷ്ടിയിലും ഏറ്റവും അതിമനോഹരമായിട്ട്, സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ഒക്കെ അതിമനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ച സൃഷ്ടി ഈ സാത്താനായിരുന്നു. എന്നാൽ ഒത്തിരി ഞാൻ വിവരിക്കുന്നില്ല. എന്നിരുന്നാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളും പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് ഞാൻ അധികം നേരം അവിടെ നിൽക്കുന്നില്ല. അവനെ അതിമനോഹരമായി സൃഷ്ടിച്ചിരുന്നു. വജ്രങ്ങളും മുത്തുകളും കല്ലുകളും എല്ലാ സംഗതികൾ കൊണ്ടും ലോകത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള എല്ലാ സംഗതികളുമായി അവനെ സൃഷ്ടിച്ചിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെ അവന് പറ്റിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെ ഏറ്റവും അതിമനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ ദൈവ തുല്യനാകുവാനായിട്ട് കൊതിച്ചു. ഇവിടെ ഒരു കാര്യം മനസ്സിലാകണം. ലോകത്തിൽ ഉള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ദൈവത്തിന് സ്വർഗത്തിൽ ആരാധന ലീഡ് ചെയ്യുവാനായിട്ട് ആ ഏഞ്ചലിക് ഹോസ്റ്റ്, അവിടുള്ള എല്ലാ ദൂതന്മാരുടെയും തലവനായിട്ടാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ആരാധന ലീഡ് ചെയ്തിരുന്നത് അവനാണ്. സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തെ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനത്തെ തന്റെ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബുകളിൽ ഒന്നായിട്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചിരുന്നത്. അതിമഹത്തായ സൃഷ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു പൊസിഷൻ ഒരു സാധാരണ മറ്റുള്ള പൊസിഷനേക്കാളും ഒരു എലിവേറ്റഡ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവനെ അതിമനോഹരമായിട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതിനു മുൻപ് ഒരു ഞായറാഴ്ചയിലെ മെസ്സേജ് ഞാൻ പറഞ്ഞപ്പോൾ പുരോഹിതന്റെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തിനാണ് പൗരോഹിത്യ വസ്ത്രം? കോടിക്കണക്കിന് 100 കോടിയിൽ മേലെ വിലയുള്ള വസ്ത്രമാണ് പൗരോഹിത്യ വസ്ത്രം. എന്തിനാണ് പുരോഹിതനെ അത്ര വലിയ വസ്ത്രം ഉടുക്കണമെന്ന്
അലങ്കരിക്കണമെന്ന് ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കാര്യം മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അവനൊരു സാധാരണക്കാരനാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവനെ ഏറ്റവും അതിമനോഹരമാക്കുവാൻ വേണ്ടി ആ പൗരോഹിതന് കൊടുത്തിരിക്കുന്ന ആ വസ്ത്രം എന്ന് പറയുന്നത് അതുപോലുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ദൈവം അത് ചെയ്യുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടത്. ഇതേ കാര്യം പോലെ തന്നെ സാത്താനെ അല്ലെന്നുണ്ടെങ്കിൽ ലൂസിഫറിനെ അതിമനോഹരമായിട്ട് സൃഷ്ടിച്ചിരുന്നു. സ്വർഗത്തിലെ ആരാധന ലീഡ് ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു പദവി വഹിക്കുന്ന ആളാണ് അവൻ. അങ്ങനെ ആയിരുന്നപ്പോൾ അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം, അവന്റെ സൗന്ദര്യത്തിന്റെ ആധിക്യം നിമിത്തം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ജ്ഞാന സമ്പൂർണനായിരുന്നു എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. അവൻ ദൈവത്തിന് തുല്യനാകുവാനായിട്ട് കൊതിച്ചു. നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും അത് അതിന്റെ ഓർഡറിൽ പറഞ്ഞു പോകണമല്ലോ, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്. ആ സാത്താന് ദൈവത്തിന് തുല്യനാകുവാൻ കൊതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോളം അത്യുന്നതനായ ദൈവത്തിന് സമനാകുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അത്യുന്നതൻ എന്നൊക്കെ പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുക. അതാണ് അത്യുന്നതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സകല അധികാരവും നിയന്ത്രണവും കൺട്രോളും അവന്റെ കയ്യിലായിരിക്കണം. അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 19 വാക്യം 22 വാക്യം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ദ പൊസസർ ഓഫ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്, ദ മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പൊസസർ ഓഫ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്നവൻ. അതുപോലെ ആയി തീരണമെന്ന് സാത്താൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ അതേ പദവി സ്വർഗത്തിലെ അവന്റെ വീഴ്ച മുതൽ സകല സൃഷ്ടികളും, അതായത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല സൃഷ്ടികളും അവന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും കൊണ്ടുവരണം എന്ന് അവൻ ആഗ്രഹിച്ചു. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സാത്താൻ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നത്, അതായത് അത്യുന്നതനായ ദൈവത്തോട് സമനാകുവാനായിട്ട്. അങ്ങനെ അവൻ സ്വർഗത്തിൽ ദൈവത്തിനെതിരെ ഒരു റിബല്യൻ അല്ലെന്നുണ്ടെങ്കിൽ പോരാട്ടം ആരംഭിക്കുകയും അനേക ദൂതന്മാര് അവനോടൊപ്പം വീണു പോവുകയും ചെയ്തു. അതാണ് ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഫോളൻ ഏഞ്ചൽസ്, അതായത് അന്ന് സൃഷ്ടിച്ചിരിക്കുന്ന ദൂത സഞ്ചയങ്ങളിൽ, ഫോർ എക്സാമ്പിൾ 1000 കോടി ദൂതന്മാരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1/3, മനസ്സിലായോ? അതായത് 333.33 കോടി. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് പറഞ്ഞതാണ്. ഇവിടെ 1/3 ദൂതന്മാര് അവനോടൊപ്പം വീണുപോയി. അന്ന് മുതലേ അവനോടൊപ്പം വീണുപോയി. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു പോർഷൻ കാണിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഈ 1/3 എന്നൊക്കെ പറയുന്നതെന്ന്. വെളിപ്പാട് പുസ്തകം 12 അധ്യായം അതിന്റെ 3 വാക്യം അവിടെ പറയുന്നത് കണ്ടോ? സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള മഹാസർപ്പം. ഇത് അവൻ തന്നെയാണ്, ആ സർപ്പത്തെ തന്നെയാണ് ഈ കാണിക്കുന്നത്. രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അവനെ കുറിച്ച് പറയുന്നത് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ, ഇവിടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്റ്റാർസ് ഒന്നുമല്ല, ഇത് ദൂതന്മാരെയാ പറയുന്നത്. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ ഉടനെ കുട്ടിയെ തിന്നു കളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. കണ്ടോ? ഇവിടെ പറയുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 എന്ന് പറയുന്നത് അവിടുത്തെ ദൂതന്മാര്. അതിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതായത് ഈ സാത്താനെ ഭൂമിയിലേക്ക് ദൈവം എറിഞ്ഞു കളയുന്ന ഒരു സമയമാണ്. അവനെ വെട്ടി മിഖായേലുമായിട്ട് യുദ്ധം ചെയ്ത് അവനെ ആ സ്വർഗത്തിൽ നിന്നും എന്നേക്കുമായിട്ട് വെട്ടിക്കളയുന്ന ഒരു ഭാഗമാണ്. അന്ന് അവന്റെ കൂടെ അവന്റെ വാൽ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 ചുരുട്ടി വാരി എറിഞ്ഞുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൂതന്മാരിൽ വീണുപോയ 1/3 ദൂതന്മാരെയാണ്. അവരെയും കൊണ്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അല്പസമയം കൂടെ ഭൂമിക്കുള്ളൂ. അലർന്ന സിംഹം പോലെ അവൻ ആരെ വിഴുങ്ങണ്ടെന്ന് കരുതി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു രംഗത്തെ കാണിക്കുമ്പോൾ പറയുന്നതാണത്. ഇവിടെ സ്വർഗത്തിലെ വീണുപോയ ദൂതന്മാരെ നോക്കി ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്വർഗം ദൈവത്തിന്റെ കണ്ണിന് നിർമ്മലമല്ലാതെ വണ്ണം അത് അശുദ്ധമായി പോയി. നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിനെ എന്തിന് റീകൺസൈൽ ചെയ്യണം? സ്വർഗത്തിനെ എന്തിന് ശുദ്ധീകരിക്കണം? സ്വർഗത്തിൽ സാത്താന്റെ സ്ഥലം വെട്ടിക്കളയുമ്പോൾ അല്ലെങ്കിൽ അവനെ അവിടെ നിന്ന് കംപ്ലീറ്റ് ഇറാഡിക്കേറ്റ് ചെയ്യും, നിഷ്കാസനം ചെയ്യും. നാം ആ സ്ഥലത്തേക്ക് ചെല്ലുകയും സ്വർഗത്തിൽ നാം നിത്യം വാഴുകയും ദൈവം അതിനെ റീക്ലെയിം ചെയ്യുകയും നാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നിത്യം വാഴുകയും ചെയ്യും. നാം ഈ കാണുന്ന സ്വർഗമെന്നോ നാം മനസ്സിലാക്കിയിരിക്കുന്ന സ്വർഗമെന്നോ അല്ല, നമ്മുടെ ചിന്തയിലോ നമ്മുടെ മനോമുഖരത്തിലോ ഒന്നും ഒതുങ്ങാത്ത ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഹെവൻലീസ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ വാഴുവാനായിട്ട് പോവുക. എത്ര നാളത്തേക്കാ?
യുഗങ്ങൾ, കോടാനുകോടി വർഷങ്ങൾ നിത്യതയിൽ ദൈവത്തോടൊപ്പം സ്വർഗത്തിലും സ്വർഗസ്ഥലങ്ങളിലും സ്വർഗീയ അധികാരങ്ങളോടുകൂടി യേശു ക്രിസ്തുവിനോടൊപ്പം നാം സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോകുക. ഇവിടെ ദൈവം അവരെ അവിടെ നിന്ന് വെട്ടിക്കളയുന്നതായിട്ട് നമുക്ക് കാണാം. ഇയ്യോബിന്റെ പുസ്തകം 1-2 വാക്യങ്ങൾ കൂടെ ഞാൻ കാണിച്ചോട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ചില വാക്യങ്ങൾ ഞാൻ വായിച്ചതൊന്ന് മനസ്സിലാക്കിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഇവിടെ പറയുക, ഇതാ സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല, തന്റെ ദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു. ദൂതന്മാര്, കോടിക്കണക്കിന് ദൂതന്മാര് കുറ്റമുള്ളവരായിട്ട് തീർന്നിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവത്തിന് പൂർണ്ണമായി ഒരു പരിശുദ്ധമായ ഒരു സ്ഥലമല്ലാതെ വണ്ണം സ്വർഗത്തിൽ ദൂതന്മാരിലും ദൈവത്തിന് വിശ്വാസമില്ല. അതുപോലെ അവരായി തീർന്നിരിക്കുന്നു. 15-ാമത്തെ അധ്യായം അതിന്റെ 15-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. കണ്ടോ, ഇവിടെ ദൈവം അധികം ഹൈലൈറ്റ് ഇതിന് കൊടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ റിക്കൺസൈൽ ചെയ്യുന്ന കാര്യം ദൈവം രഹസ്യമായി വെക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നത്, ബിഹോൾഡ് ഹി പുട്ടത്ത് നോ ട്രസ്റ്റ് ഇൻ ഹിസ് സെയിന്റ്സ്, ദ ഹെവൻസ് ആർ നോട്ട് ക്ലീൻ ഇൻ ഹിസ് സൈറ്റ്. ദൈവത്തിന്റെ തൃക്കണ്ണിൽ സ്വർഗവും നിർമ്മലമല്ല. അതുപോലെ അതും വഷളായി പോകുവാനായിട്ട്, അവിടെ റിബല്യൻ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അതിനെ റീകൺസൈൽ ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. ഇത് ആക്ച്വലി സാത്താൻ ആ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറുവാനായിട്ട് ഇടയായി. ഞാൻ ഒരു വാക്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ നിന്ന് കാണിച്ചോട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത്, പൗലോസ് അപ്പോസ്തലൻ നമ്മൾ സഭയോട് പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ഈ മനുഷ്യരോടൊന്നുമേ അല്ല. മനുഷ്യരിൽ കൂടെയാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നതെങ്കിലും നമുക്ക് പ്രശ്നമുള്ളത് മനുഷ്യരോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടെ അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഇത് സാത്താന്യ ദൂതന്മാരാ. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും മാത്രമേ. മനസ്സിലായോ? ഈ ഒരു ഭാഗം മുഴുവനും ഒരു സൈറ്റാനിക് വാർഫെയർ എന്നുള്ള വിഷയം പറയുന്ന ഭാഗത്താണ് പോൾ ഇതിനെ എടുത്തു പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി, അവന്റെ അധീനതയിലാണ് ഈ ലോകം കിടക്കുന്നത്. അവൻ ലോകത്തിന്റെ അധിപതിയാണ്. അവൻ യേശു ക്രിസ്തുവിനെ കാണിച്ചിട്ട് പറഞ്ഞ, ഇത് മുഴുവനും എങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനത് നിനക്ക് തരാം. മനസ്സിലായോ? ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് മാത്രം. എന്റെ ഇംഗ്ലീഷ് കണ്ടോ? ഫോർ വി റെസൽ നോട്ട് അഗൈൻസ്റ്റ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ബട്ട് അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് അഗൈൻസ്റ്റ് ദ പവേഴ്സ്, against the rulers of the darkness of this world, against the spiritual wickedness in high places. ഇതാണ് സാത്താന്റെ ഒരു സാഹചര്യം. ഇവന് അതുപോലെ സ്വർഗത്തെയും നിർമ്മലമല്ലാത്ത ലെവലിൽ ഇതിനെ ആക്കിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയാണ് ദൈവം ആക്ച്വലി നിത്യ നരകാഗ്നി ഒരുക്കുന്നത്. നിത്യ നരകാഗ്നി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണുവാനായിട്ട് കഴിയുമെന്നാൽ ഞാൻ ആ റെഫറൻസിലേക്ക് കടക്കുന്നില്ല, ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം നിത്യമായിട്ടുള്ള നരകത്തെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുകയാണ്. ഇതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ. മനുഷ്യന്റെ സൃഷ്ടിക്ക് മുമ്പേ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുക. കാര്യം സാത്താൻ വീണു പോയിരിക്കുകയും സാത്താന്റെ പാർപ്പിടമായിരുന്ന ഭൂമി, ഏദൻ അവന്റെ പാർപ്പിടമായിരുന്നു, അവന്റെ പാർപ്പിടമായിരുന്ന ഭൂമി ശപിക്കപ്പെടുകയും അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവം തള്ളിക്കളയുകയും അത് ഇരുട്ട് ബാധിച്ച് അന്ധകാരം മൂടി വെള്ളം നിറഞ്ഞ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് അന്ധകാരം ബാധിച്ച് തള്ളപ്പെട്ട് കിടന്നിരുന്നത്. അതിനെ ദൈവം റീകൺസൈൽ ചെയ്യുകയും, അതായത് പരിശുദ്ധാത്മാവാൻ ദൈവം അതിന്റെ മേൽ ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവാൻ ദൈവത്താൽ അതിലെ ഇരുട്ട് മാറി അവിടെ പ്രകാശം വീശുകയും കരയായിട്ടും കടലായിട്ടും അതിനെ വേർതിരിക്കുകയും അതിനെ നവഗ്രഹങ്ങളിൽ ഒന്നിനോട് ചേർന്ന് ഇണക്കുകയും അതിനെ മനുഷ്യവാസ യോഗ്യമാക്കി തീർക്കുകയും അങ്ങനെ അതിനെ എന്താ പറഞ്ഞ റീഫബീഷ് ചെയ്തു, അല്ലെങ്കിൽ റീഫബീഷ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം, റിജുവിനേറ്റ് ചെയ്തിട്ട് അതിനെ മനുഷ്യവാസമാക്കി തീർക്കുകയായിരുന്നു. അതിനുശേഷമാണ് മനുഷ്യനെ ദൈവം ആദാമിനെയും ഹവ്വായും ഒക്കെ സൃഷ്ടിക്കുന്നത്. ആ ആദമിന്റെ വീഴ്ച നിമിത്തം ദൈവം ഭൂമിയെ ശപിക്കുകയും
അതിനുശേഷം അതിന് ശാപത്തിന് ഇരയായി തീരുകയും അതിനെ വീണ്ടും റീകൺസൈൽ ചെയ്യേണ്ടുന്ന ആവശ്യം വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഭൂമിയെ ഭൂമി ദൈവത്തിന്റെ ആ ഒരു ശാപമേൽക്കുന്നതിന് മുൻപ് തന്നെ സാത്താൻ സ്വർഗത്തിൽ ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞത് കാരണം, ആ പോരാട്ടം അഴിച്ചുവിട്ടത് കാരണം സ്വർഗത്തെ ശുദ്ധീകരിക്കുകയും അവരെ സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നിഷ്കാസനം ചെയ്യുകയും ചെയ്യേണ്ടുന്നത് ദൈവത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ സ്വർഗത്തെ ക്ലെൻസ് ചെയ്യുകയും റിക്കൺസൈൽ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്നാൽ സർവജ്ഞാനിയായ ദൈവം, സകലവും എൻഡ് ടു എൻഡ് അറിയാവുന്നവനായ ദൈവം, നിത്യത മുതൽ നിത്യത വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായ ദൈവം ഭൂമിയിലും സാത്താൻ പോരാട്ടം അഴിച്ചുവിടുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ഭൂമിയെ പോലെ തന്നെ സ്വർഗത്തെയും റീകൺസൈൽ ചെയ്യുവാനായിട്ട്, അതിനെ റിഡീം ചെയ്യുവാനായിട്ട് ദൈവം ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നതാണ്. നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ അതിൻ്റെ ഒരു കട്ടൗട്ട് ഒന്ന് കാണിക്കാം. നമ്മൾ പഠിച്ചപ്പോൾ ഈ വിഷയമൊക്കെ പഠിച്ചതാണ്. പലരും നമ്മുടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ റിബല്യൻ ഇൻ ഹെവൻ എന്നുള്ളൊരു ഭാഗം ഞാനൊന്ന് വായിച്ചോട്ടെ, നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കാര്യം വ്യക്തമാകുവാനായിട്ട് ഇടയായിത്തീരും. ഞാനൊന്ന് വായിക്കാം. റിബല്യൻ ഇൻ ഹെവൻ അവിടെ പറയുകയാണ്, സിൻസ് ഹിസ് ഫോൾ, അതായത് സാത്താന്റെ വീഴ്ച, സിൻസ് ഹിസ് ഫോൾ സൈറ്റൻസ് പ്ലാൻ ഹാസ് ബീൻ ടു ടേക്ക് കൺട്രോൾ ഓഫ് ഓൾ ക്രിയേഷൻ. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളുടെയും കൺട്രോൾ അവന്റെ കയ്യിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവന്റെ പ്ലാൻ. ഹി ലെഡ് എ റിബല്യൻ ഇൻ ഹെവൻ ആൻഡ് മെനി ഏഞ്ചൽസ് ഫോളോഡ് ഹിം. അവൻ സ്വർഗത്തിൽ ഒരു പോരാട്ടം ആരംഭിക്കുകയും അനേക ദൂതന്മാർ അവനെ പിൻപറ്റുകയും ചെയ്തു. ഗോഡ് സേസ് ദ ഹെവൻ ആർ അൺക്ലീൻ ഇൻ ഹിസ് സൈറ്റ്. ദൈവം പറയുന്നത് ഹെവൻ, സ്വർഗവും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിർമ്മലമല്ല. ഇൻഫാക്ട് ഗോഡ് ഒറിജിനലി പ്രിപ്പയർഡ് ഹെൽ ഫോർ ദീസ് ഫോളൻ ഏഞ്ചൽസ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം നരകം സൃഷ്ടിച്ചത്. സിൻസ് ഗോഡ് ന്യൂ ബിഫോർ ഹാൻഡ് ദാറ്റ് ലൂസിഫർ വുഡ് റെബൽ. ലൂസിഫറിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാമായിരുന്നു ഇവൻ ഈ പോരാട്ടം ചെയ്യുമെന്നുള്ളത്. ഹി ഹാഡ് എ പ്ലാൻ ടു വൺ ഡേ ക്ലെൻസ് ദ ഹെവൻ ആൻഡ് റിസ്റ്റോർ ദം ടു ദ ഹെഡ്ഷിപ്പ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് ഇതിനെ മുഴുവനും ഒരിക്കൽ ക്ലീൻ ചെയ്യണമെന്ന് ദൈവം പ്ലാൻ ചെയ്തിരുന്നു. However, he kept his plan to do so secret. എന്നാൽ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന ആ പദ്ധതി ദൈവം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. So that Satan and his princes would not know it. സാത്താന് ഈ വിഷയം അറിയുകയേ ചെയ്യത്തില്ല. കാര്യം ദൈവം അത് സീക്രട്ട് ആയിട്ട് വെച്ചിരുന്നു. അതിന് വലിയ ഹൈലൈറ്റ് കൊടുത്തില്ല. ഇവിടെ പ്രശ്നമാണ്, ഇവിടെ ക്ലിയർ അല്ല, ഇത് ക്ലീൻ അല്ല, ഇത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിർമ്മലമല്ല എന്നൊന്നും ദൈവം അതിന് വലിയ ഒരു ഹൈലൈറ്റ് കൊടുത്തിരുന്നില്ല. കാര്യം അതിനെ റീകൺസൈൽ ചെയ്യുമെന്നുള്ളത് യാതൊരു വിധത്തിലും സാത്താൻ അറിവ് കിട്ടരുത്. So that Satan and his princes would not know it. God did not reveal his plan to restore the heavenly places anywhere in the Old Testament. പഴയ നിയമം മുഴുവനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തെ റീകൺസൈൽ ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് കാണത്തില്ല ബൈബിളിൽ. കാര്യം അത് ദൈവം റിവീൽ ചെയ്തിരുന്നില്ല, ദൈവം അതിനെ സീക്രട്ട് ആയിട്ട് സൂക്ഷിച്ചിരുന്നു. സോ വി വിൽ നോട്ട് ഡിസ്കവർ ഇറ്റ് അണ്ടിൽ മച്ച് ലേറ്റർ ഇൻ ദ ബൈബിൾ. അപ്പോസ്തലനായ പൗലോസിൽ കൂടി ഇത് വെളിപ്പെടുത്തുന്നത് വരെ ഈ സംഗതി നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ കിട്ടത്തില്ല, ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല. For now, just remember that God did have a plan to regain complete control of the heavenly places, but he would only make it known in due time. അതായത് ദൈവത്തിന് ഇതിനെ റീകൺസൈൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അത് ഇതിനൊരു വലിയ ഹൈപ്പ് കൊടുത്തിരുന്നില്ല, ഇതിനെ വലിയ ഹൈലൈറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാത്താൻ ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ലായിരുന്നു. ദൈവം ഭൂമിയിൽ എന്തോ ചെയ്യും, ഭൂമിയെ വീണ്ടെടുക്കും. കാര്യം ഉൽപ്പത്തി മുതലേ പറയുന്നുണ്ട്, സാത്താന്റെ തലയെ തകർക്കും, സ്ത്രീയുടെ സന്തതി വരും, അതിനെ വീണ്ടെടുക്കും എന്നെല്ലാം പറയുന്നുണ്ട്. എല്ലാ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. സകല പ്രവാചക പുസ്തകങ്ങളിലും കർത്താവ് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കർത്താവ് വരുമെന്നും ഭൂമിയെ വീണ്ടെടുക്കുമെന്നും ഒക്കെ സാത്താൻ അറിയാം. എന്നാൽ സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവന്റെ പാർപ്പിടവും അവന്റെ ഇരിപ്പിടവും അവന്റെ സ്ഥലവും ഒക്കെ ആയിരിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുമെന്നോ അവനെ വെട്ടിക്കളഞ്ഞിട്ട് വേറെന്തെങ്കിലും പദ്ധതി അവിടെ വരാൻ പോകുന്നെന്നോ അവന്റെ സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ധാരണ അവൻ ഒരിക്കൽ പോലും അവന്റെ മൈൻഡിൽ ക്രോസ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അതിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടോ എങ്ങും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ഇല്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് ദൈവം അവനെയാണ് അവിടുന്ന് ദൈവം മാറ്റിയതിനു ശേഷം നമ്മളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. എന്നാൽ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന ഈ പ്ലാൻ രഹസ്യമായിരുന്നു. ഭൂമിയെ വീണ്ടെടുക്കുന്ന പ്ലാൻ ദൈവം പരസ്യമാക്കിയിരുന്നു.
അതാണ് ബൈബിളിൽ കൂടി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വീണ്ടെടുപ്പിന്റെ ചരിത്രം നിങ്ങൾക്ക് കാണാം. അത് മുഴുവനും ഭൂമിയെ വീണ്ടെടുക്കുന്ന കാര്യമാണ് പറയുന്നത്, സ്വർഗത്തെ വീണ്ടെടുക്കുന്ന കാര്യമല്ല. എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെയും അതുപോലെ തന്നെ കാണാം, അതും ഭൂമിയെ വീണ്ടെടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ വിളിക്കുന്നതിന്റെ പർപ്പസ് തന്നെ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതി, മർമ്മമായിരുന്ന പദ്ധതി വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം, ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ അവിടെ പറയുന്നു. സോറി, ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. അവിടെ പറയുന്നത്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് വാക്യങ്ങളാണ് കേട്ടോ. ഇതിനെയൊക്കെ ചുമ്മാ അത് വായിച്ച് തള്ളിക്കളയല്ല. ഒരല്പസമയം എടുത്ത് ഓരോ വാക്യങ്ങളും ഒന്ന് വായിച്ചു മനസ്സിലാക്കണം. ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപ് നമ്മുടെ തേജസ്സിനായിട്ട്, എന്റെയും നിങ്ങളുടെയും തേജസ്സിനായിട്ട്, നമ്മളെ തേജസ്സിന്റെ മേൽ തേജസ് അണിയിക്കാൻ പോവുക. തേജസ്സിന്റെ ലെയറുകളായിട്ട് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം തന്ന് അതിമനോഹര സൃഷ്ടികളായിട്ട് ദൈവം നമ്മളെ സ്വർഗത്തിലാക്കുവാൻ പോവുക. ദൈവം നമുക്ക് തേജസ്സിന്റെ ശരീരം തരാൻ പോവുക. അങ്ങനെ നമ്മൾ നിത്യം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വാഴാൻ പോവുകയാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. Nobody knew that, which none of the princes of this world knew. മനസ്സിലായോ? ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് അറിഞ്ഞിരുന്നില്ല. അത് ഈ ലോകത്തിന്റെ പ്രഭു, അതാരാ? സാത്താനും അവന്റെ സൈന്യവും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അത് അറിയിക്കാതെ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ള ഈ ഒരു കാര്യങ്ങൾക്കും ദൈവം സ്വർഗത്തെ വീണ്ടെടുക്കുന്ന കാര്യങ്ങൾക്കൊരു ഹൈലൈറ്റ് കൊടുക്കാതിരുന്നത്. ഒരു വാക്യം കൂടെ കാണിച്ചോട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം. ആ പോൾ പറയുകയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഇത് നിങ്ങൾക്ക് എങ്ങനെ പഴയ നിയമത്തിൽ കാണാൻ കിട്ടും? ഇത് എങ്ങനെ അബ്രഹാമിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടും? ഇത് എങ്ങനെ മോശയിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടും? ഇത് എങ്ങനെ അഹരോന്യ പൗരോഹിത്യത്തിൽ കൂടിയോ യോഹന്നാൻ സ്നാപകനിൽ കൂടിയോ 12 അപ്പോസ്തലന്മാരിൽ കൂടിയോ വെളിപ്പെടും? ഇത് മറഞ്ഞിരുന്ന മർമ്മമാണ്. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇതിനെ തന്നെയാണ് റോമാലേഖനം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് മാത്രം ഞാൻ വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. Now to him that is of power to establish you, നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട്. Now to him that is of power to establish you according to my gospel, പോൾ പറയുക, and the preaching of Jesus Christ according to the revelation of the mystery. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് പ്രൊഫസിക്ക് അനുസരിച്ചല്ല, according to the revelation of the mystery which was kept secret since the world began. ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപ് മുതലേ ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഈ സ്വർഗീയ പദ്ധതിയാണ് സ്വർഗത്തെ വീണ്ടെടുക്കും, സ്വർഗത്തെ ക്ലെൻസ് ചെയ്യും എന്നുള്ളത്. അത് തന്നെ പോൾ പറഞ്ഞിരിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ. ഒരു വാക്യം കൂടെ കാണിച്ച് നിർത്താം. ഇവിടെ പറയുകയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, അതായത് ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന കാലത്തിന് മുമ്പ് മുതൽ, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. എനിക്ക് ദൈവം ഒരു പ്രത്യേക കൃപ എന്റെ മേൽ പകർന്നിരിക്കുക. ആ സുവിശേഷത്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുക. അതാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് പറയുക. അവിടെ പറയുകയാണ്, എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. എപ്പോൾ? ഇപ്പോൾ. ആർക്ക്? സാത്താന്യ ദൂതന്മാർക്ക്. അവരെവിടാ? അവര് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനകളാ. പക്ഷെന്നുണ്ടെങ്കിൽ അവരുടെ ഇടം നഷ്ടമായി പോകുന്നു, അവരെ അവിടുന്ന് വെട്ടിക്കളയുമെന്നൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. അവിടെ വേറെ ആരും വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം ദൈവം വേറെ ദൂതന്മാരെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഈ ദൂതന്മാര് പെറ്റുപെരുകത്തില്ല, ഇവർക്ക് പ്രത്യുൽപാദന ശേഷിയില്ല. അന്ന് എത്ര പേരെ സൃഷ്ടിച്ചോ അത്രയും പേരാണ് ഇന്നും ഉള്ളത്. അതുകൊണ്ട് വേറൊരു ടീം അവിടെ വരും, അവരെ അവിടുന്ന് നീക്കും എന്നുള്ളത് അവർക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടേക്ക് ഒരു ജനത്തെ കൊണ്ടുവരണം, ഒരു പുതിയ ഒരു സൃഷ്ടി അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഗ്രൂപ്പിനെ അവിടെ കൊണ്ടുവരണം. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഞാനും നിങ്ങളും. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം.
അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച ആ അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഇന്ന് സഭയെ കാണുമ്പോൾ സാത്താൻ അത് മനസ്സിലാവുക. ഹല്ലേലൂയ. അതുവരെ അത് എങ്ങനെ കർത്താവ് റീകൺസൈൽ ചെയ്യും, അവിടെ ആരെ കൊണ്ടുവരും, ആരവിടെ ദൈവത്തോടൊപ്പം വാഴും, അത് അവന് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. ഒരു വിധത്തിലും സാത്താൻ അറിയത്തില്ലായിരുന്നു. കാരണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അത് മർമ്മമായി സൂക്ഷിച്ചിരുന്നു. ഹാഡ് ദേ നോൺ ഇറ്റ്, they would not have crucified the Lord of glory. എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ എങ്കിലും അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കത്തേയില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഇന്ന് ഈ സ്വർഗത്തെ വീണ്ടെടുക്കുമെന്നും സ്വർഗത്തെ ശുദ്ധീകരിക്കുമെന്നും ഒക്കെ പറയുന്നതിന്റെ ആവശ്യമുണ്ടോ? ദൈവം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ദൈവം സ്വർഗത്തിൽ ഇങ്ങനെ ഒരു ചെയർ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ദൈവം ഒരു നല്ലൊരു ചെയറിൽ ഒരിടത്ത് ഇരിക്കുന്ന ഒരു ദൈവമായിട്ടല്ല ദൈവത്തെ കാണേണ്ടത്. അങ്ങനെ ദൈവത്തെ ഒരിടത്ത് ഒതുക്കാൻ പറ്റുന്ന ഒരാളല്ല. ഒരു ചെയറിൽ ഒരു മനോഹരമായ സിംഹാസനത്തിലൊന്നും ഒതുക്കാൻ പറ്റുന്ന ആളല്ല ദൈവം. ദൈവം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങത്തില്ല. സ്വർഗങ്ങളിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും ഭൂമി ദൈവത്തിന്റെ പാദപീഠവും. നമ്മൾ വിചാരിക്കില്ല അവിടെ ഒരു നീറ്റായിട്ടൊരു നല്ല സ്ഥലം, അവിടെ ദൈവം ഇങ്ങനെ ഒരു നല്ല രാജാവിന്റെ ഒക്കെ മാതിരി ഒരു ചെയറിൽ ദൈവം ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ബൈബിളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ദൈവത്തെ നമുക്കും ദൈവത്തിനും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ ആ നിലയിലൊക്കെ ബൈബിളിൽ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ സ്വർഗത്തെ റീകൺസൈൽ ചെയ്യുക, അതിനെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തിയിരുന്നില്ല. അത് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ സാത്താന് അതിനെതിരായിട്ട് ഒത്തിരി പോരാടിയനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം അതിന് അധികം അതിനെ വെളിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഈ വിഷയം അറിയാത്തത്. കാര്യം ഇന്ന് ക്രിസ്ത്യാനി ഫോളോ ചെയ്യുന്നത് മുഴുവൻ പഴയ നിയമവും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതാണ് നമ്മുടെ വിളി എന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയത്തില്ല. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വിഷയത്തിൽ സംശയം ഉണ്ടാകുവാനായിട്ട് കാരണം. ഇന്ന് ക്രിസ്ത്യാനിറ്റി സഭ എന്താണെന്നോ നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാണെന്നോ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്നോ ഒന്നും അറിയാൻ വയ്യാതെ കുറെയൊക്കെ ഒരു 10,000-40,000 ഡിനോമിനേഷനുകളായിട്ട് വേഷം കെട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ സത്യത്തിൽ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് അവർക്ക് അറിയത്തില്ല. ഞാൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോഴത്തേന് ബോഡി ഓഫ് ക്രൈസ്റ്റിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല. 99% ക്രിസ്ത്യാനിയും ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമല്ല എന്നൊരു സത്യം ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. കാര്യം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അതിന്റെ ഉപദേശം എന്താണെന്ന് അറിയത്തില്ല, അതിന്റെ വിളി എന്താണെന്ന് അറിയത്തില്ല, അതിന്റെ പ്രോമിസ് എന്താണെന്ന് അറിയത്തില്ല, അതിനെന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളെല്ലാം ജുഡായിസത്തിന്റെ പുറകെ പോയിരിക്കുകയാണ്. യഹൂദിയ വിശ്വാസത്തിന്റെ പുറകെയും ആ ഭൂമിയെ വീണ്ടെടുത്ത് ഭൂമിയിൽ വസിക്കുന്ന പദ്ധതി അത് ആർക്കോ ദൈവം ഓഫർ ചെയ്തതാണ്. യഹൂദന് ഓഫർ ചെയ്തിരിക്കുന്ന യഹൂദിയ പദ്ധതി, അതിന്റെ പുറകെ നമ്മൾ പോയിരിക്കുക. ഒരു റീപ്ലേസ്മെന്റ് തിയോളജിയിൽ നമ്മൾ അകപ്പെട്ടിരിക്കുക. അതിനെയാണ് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഈ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രീസിന്റെ ഉദ്യമം അതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരാൾ മാത്രമല്ല, ലോകത്തിൽ അനേകർ ഈ കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അനേക ഗ്രേസ് ഇവാഞ്ചലിസ്റ്റുകൾ, സുവിശേഷകന്മാര്, ചർച്ചുകള് ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് ഈ സത്യസുവിശേഷത്തെ വെളിപ്പെടുത്തുവാനും മനസ്സിലാകുവാനും ഈ അന്ത്യകാലങ്ങളിൽ അനേക ആയിരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു പാർട്ടിയിലും ചേർക്കാൻ ശ്രമിക്കുകയല്ല. ഒരു പാർട്ടിയിൽ നിങ്ങൾ ആരും ചേരുകയും വേണ്ട. പ്രത്യേകിച്ച് ഗേറ്റ് മിനിസ്ട്രിയിൽ നിങ്ങൾ ആരും ചേരണമെന്ന് നമ്മൾ പറയുന്നേ ഇല്ല. ഈ സത്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളെടുത്ത് പോക്കോ, നോ പ്രോബ്ലം. ബട്ട് നിത്യ നരകാഗ്നിയിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് ഒരു ഗൈഡൻസ് തരിക ചെയ്യുന്നത്. നമ്മളിവിടെ ആളെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമേ അല്ല. നമുക്ക് കുറെ ആളിനെ കൂട്ടിയിട്ട് ഇവിടെ ഒന്നും കിട്ടാനുമില്ല, ആരെയും ഒന്നും കാണിക്കാനുമില്ല. ഈ സത്യം പ്രസംഗിക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്നോ, ഇഷ്ടമുള്ളിടത്ത് പൊക്കോ, ബട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്. അത്രയേ ഉള്ളൂ. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. അതിന് മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് തുടർമാനമായിട്ടുള്ള പഠനത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവർത്തികളാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. 10-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്.
കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ അതൊന്ന് വായിക്കാം. ഇവിടെ പറയുന്നു, കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. 10-ാമത്തെ അധ്യായത്തിൽ ഒരു കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടക്കുന്ന വലിയ ദൈവപ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ആരംഭം, കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. ഇതാണ് ഈ വിഷയത്തിലെ ഇതിന്റെ പശ്ചാത്തലം. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെ ഒത്തിരി ലൈൻ ബൈ ലൈനായിട്ട് പോകുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഇതിന്റെ ഒരു ഓവർവ്യൂ ഒന്ന് മനസ്സിലാക്കി തരണം. അത് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ടേക്ക് അവേ, നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളെ അല്പം കൂടുതലായിട്ട് ചിന്തിക്കണം. ബൈബിൾ ടീച്ചേഴ്സ്, പൊതുവെ തിരുവചനം പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഒക്കെ കൊർന്നല്യോസിന്റെ ഈ കൺവേർഷൻ ഈ കൃപായുഗത്തിൽ ജാതികൾ രക്ഷിക്കപ്പെടുന്നതിന്റെ മാതൃകയായിട്ട്, ഉദാഹരണമായിട്ട് പഠിപ്പിച്ച് കാണാറുണ്ട്. കൊർന്നല്യോസിന്റെ അടുക്കൽ പോളിന് മുമ്പ് പത്രോസാണ് ജാതികളുടെ അടുക്കൽ ചെന്നതെന്നും ഈ കൊർന്നല്യോസിന്റെ ആ ഒരു കൺവേർഷൻ കൃപായുഗത്തിൽ ജാതികൾ രക്ഷിക്കപ്പെടുന്നതിന്റെ മോഡലാണെന്നും മാതൃകയാണെന്നും ഒക്കെ പറഞ്ഞ് അവരങ്ങനെ പഠിപ്പിക്കാറുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ എന്ന മർമ്മം അവർക്ക് ഇന്നും വേണ്ടും വണ്ണം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. നമുക്ക് സഭ എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പോഴേ കാര്യം പിടികിട്ടും. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് ദൈവം പറഞ്ഞ കാര്യമല്ല, മറിച്ച് കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം പ്രോമിസിൽ, കിങ്ഡത്തിന് വേണ്ടി കാത്തിരുന്ന ദൈവമക്കളോട് ദൈവം കൊടുത്തിരിക്കുന്ന പ്രോമിസും അവരുടെ വിളിയും തിരഞ്ഞെടുപ്പുമാണ് എന്ന് നമുക്കിത് വായിക്കുമ്പോഴേ മനസ്സിലാവും. ഇവിടെ കൊർന്നല്യോസ് പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് ചേരുകയല്ല. കാരണം ബോഡി ഓഫ് ക്രൈസ്റ്റ് അന്ന് റിവീൽ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ തലേ അധ്യായത്തിലാണ് പോളിനെ വിളിക്കുന്നത് തന്നെ. വിളിച്ചതിന് ശേഷം പോളിന് ഇത് മുഴുവൻ റിവീൽ ആക്കി കൊടുക്കുവാനായിട്ട് ദൈവം അന്ത്യോക്യയിൽ നിന്നും പോളിനെ സൗദി അറേബ്യയിലേക്ക് വിളിക്കുക. സൗദി അറേബ്യയില് സീനായിലേക്ക്, അതായത് ദൈവം മോശയ്ക്ക് പഴയ നിയമത്തിന്റെ വ്യവസ്ഥയും പ്രമാണങ്ങളും കൊടുത്തതുപോലെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള വ്യവസ്ഥ എന്താണ് പോൾ ഈ വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്നത്? കാര്യം അന്ന് വരെ ഒരു മനുഷ്യർക്കും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്വർഗീയ സത്യം ദൈവം വെളിപ്പെടുത്താൻ പോവുക. അത് ഓരോന്നായിട്ട് പോളിന് അത് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് പ്രൊപ്പിജിയേഷണൽ സാക്രിഫൈസ് എന്നുള്ളത് മനസ്സിലാക്കണം. റിഡംഷൻ എന്താണ്, ജസ്റ്റിഫിക്കേഷൻ എന്താണ്, ഗ്ലോറിഫിക്കേഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പോളിന് മനസ്സിലാകണം. ഓരോന്നായിട്ട് ഏകദേശം 3 വർഷത്തോളം, ഏകദേശം അത്രത്തോളം സമയം ദൈവം പോളുമായിട്ട് സൗദി അറേബ്യയിൽ ആയിരുന്നു എന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സമയത്തൊന്നും ആ ഒരു സുവിശേഷം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശം എന്താണെന്ന് വെളിപ്പെട്ടിട്ടേ ഇല്ല. അത് പൂർണ്ണമായിട്ട് റിവീൽ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ ഒരു ഇന്റർവ്യൂ പീരീഡിലാണ് പത്രോസ് അപ്പോസ്തലൻ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകുന്ന ഈ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാകുന്നത്. കൊർന്നല്യോസ് ആക്ച്വലി ജാതികൾ എങ്ങനെ കിങ്ഡം പ്രോമിസിലേക്ക് വരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജാതികൾ ഈ കിങ്ഡം വിളിയിൽ, ജാതികളും ഈ കിങ്ഡം വിളിയിലുണ്ട്. കിങ്ഡം യഹൂദന് വേണ്ടി മാത്രമല്ല, ജാതികളും അതിലേക്ക് വരും. ബട്ട് യഹൂദനിൽ കൂടി വേണം അവർ ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ട്. അവർക്ക് നേരിട്ട് ദൈവത്തിലേക്ക് വരാനായിട്ട് കഴിയത്തില്ല. ബട്ട് ത്രൂ ഇസ്രായേൽ അവർ അനുഗ്രഹിക്കപ്പെടും. അവര് യെശയ്യാ പ്രവചനം 60-ാം അധ്യായമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം,
എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും എന്നൊക്കെ ദൈവം പറയുന്നു. അവരോട് എഴുന്നേൽക്കാനും എഴുന്നേറ്റ് പ്രകാശിക്കാനും പറയുക. നിങ്ങൾ മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ ആയിരിക്കും, നിങ്ങളിൽ കൂടി ലോക രാജ്യങ്ങൾ മുഴുവനും അനുഗ്രഹിക്കപ്പെടും. രക്ഷ ഹാസ് ടു ഗോ ത്രൂ ഇസ്രായേൽ. അതാണ് ദൈവത്തിന്റെ വിളിയും പദ്ധതിയും. അവരിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആരെങ്കിലും ജാതികൾ ഈ വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവനൊരു യഹൂദിയ മതാനുസാരിയായിട്ട് മാറണം. ആ ഒരു വിശ്വാസത്തിൽ കൂടി വന്ന് അവർ രക്ഷിക്കപ്പെടും. ആ ഒരു രക്ഷാ പദ്ധതിയാണ് ഈ കൊർന്നലിയോസിന്റെ വീട്ടിൽ നടക്കുന്നത്. കൊർന്നലിയോസ് രക്ഷിക്കപ്പെട്ട് കിങ്ഡം ഗോസ്പലിന്റെ ഭാഗമായി തീരുക. ഇവിടെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയല്ല. ക്രൂശിലൂടെ ഒഴുകിയ രക്തമല്ല പത്രോസ് ഇവിടെ പ്രസംഗിക്കുന്നത്. ഇവിടെ കാൽവരി ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ കൊർന്നലിയോസെ നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പദ്ധതിയേ അല്ല ഇത്. കിങ്ഡം പ്രോമിസിൽ എങ്ങനെ ജാതികൾ രക്ഷിക്കപ്പെടും, അതിൽ ജാതികളും വരേണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവിക പദ്ധതിയായിരുന്നു. അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ദൈവം പത്രോസ് അപ്പോസ്തലൻ കൂടെ നടക്കുന്ന ഒരു ശുശ്രൂഷ, ഒരു മിനിസ്ട്രിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതിന്റെ ഒരു ഓവർവ്യൂ ഒന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതായത് ഇതിന്റെ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം 10ാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്തല പ്രവർത്തികളുടെ ഈ എന്താ പറയുക, ഒരു സൈറ്റ് നിങ്ങൾ വിട്ടുപോകല്ല. നിങ്ങൾ ആ ഒരു ഓവർവ്യൂ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇവിടെ കണ്ടില്ലേ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവർത്തികളിലേക്ക് കടക്കുക. മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ എന്ന് പറയുന്ന 4 സുവിശേഷ പുസ്തകങ്ങൾ. അതിന്റെ അവസാനത്തിലാണ് കർത്താവിന്റെ ക്രൂശീകരണം നടക്കുന്നത്. കർത്താവിന്റെ ക്രൂശ് ഇവിടെ കാണാം. ഈ ക്രൂശീകരണം നടക്കുന്നത് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 പുസ്തകങ്ങളിലാണ്. അവിടെ 12 അപ്പോസ്തലന്മാരാണ് ആക്റ്റീവായിട്ട് ദൈവത്തിൻ്റെ കൂടെയുള്ളത്. അവരെയാണ് ദൈവം ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. കിങ്ഡം ഈസ് അറ്റ് ഹാൻഡ്. സ്വർഗരാജ്യം നിങ്ങളുടെ കൈക്കൽ ആയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു. നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗ്രേറ്റ് കമ്മീഷന്. എന്താണ് മഹാദൗത്യം? ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന യഹൂദനോട് മുഴുവനും ഇത് പറയണം. അവരെല്ലാവരും രക്ഷിക്കപ്പെടണം. മർക്കോസ് 16:16 പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതെല്ലാം പറഞ്ഞ് മത്തായി, മാർക്കോസ് അവസാനിക്കുന്ന ഒരു ഭാഗമായത് കർത്താവിന്റെ ക്രൂശീകരണം, ഉയർപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവർത്തികൾ 1 കയറുക. ആക്ട്സ് 1 എന്ന് പറയുന്നത് കിങ്ഡം കമ്മിങ് എന്ന് പറയുക. നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, നിങ്ങൾ ഇസ്രായേൽ യെരുശലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടവും ശമരിയിലും പിന്നെ ഉലകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവ് ലഭിക്കുവോളം യെരുശലേമിൽ പാർക്കാം. അവരങ്ങനെ സഹിയോൻ മാളികയിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തോടെ ആയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഭയങ്കര ഒരു മഹോൾ അവിടുത്തെ ഒരുക്കത്തോടെ കാത്തിരിക്കുക. 2-ാം അധ്യായം പ്രാർത്ഥിച്ചതുപോലെ ദൈവം കൊടുത്ത പ്രവചനം പോലെ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ദൈവം ലോകത്തിലേക്ക് വരിക 2-ാമത്തെ അധ്യായത്തിൽ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ അവരുടെ പിതാക്കന്മാർ മുതലേ പ്രവാചകന്മാർ അവരോട് അരുളി ചെയ്തിരുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം അവിടെ നടക്കുക. ഇതിന്റെ ഒരു മറു സൈഡൂടെ നിങ്ങൾ ചിന്തിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു മറു സൈഡൂടെ ചിന്തിക്കണം. ഇത് നടക്കുന്നത് 12 അപ്പോസ്തലന്മാരും ലിറ്റിൽ ഫ്ലോക്സിന്റെ ഇടയിലാണ്. അവിടെ ഒരു ഭയങ്കര ജനക്കൂട്ടം വേറെയുണ്ട്. മഹാപുരോഹിതനും പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും യെരുശലേം ദേവാലയവും അവിടുത്തെ ആരാധനയും അവിടുത്തെ ജനങ്ങളും ഒക്കെ ആയിട്ട് ഒരു വലിയ കൂട്ടം ജനമുണ്ട്. 90:10 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. 10% ലിറ്റിൽ ഫ്ലോക്സ് ആണെങ്കിൽ 90% മറ്റേ ജനമാണ്. അതിനാണ് പ്രമുഖന്മാരെല്ലാം ആയിരിക്കുന്നത്. മഹാപുരോഹിതൻ ആ കാലഘട്ടത്തിലെ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുകയും ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുകയും ചെയ്യുന്ന ആളാണ് മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ നിൽക്കുക അങ്ങേ സൈഡില്. മനസ്സിലായോ? ഇവരാരും ഈ രക്ഷ അറിഞ്ഞിട്ടില്ല, അവരാരും ഇതിലേക്ക് വന്നിട്ടില്ല. ഡേ ഓഫ് പെന്തക്കോസ്റ്റ് അന്ന് അവിടെ പരിശുദ്ധാത്മാവാൻ ദൈവം ഇറങ്ങി വരികയും അവരുടെ പിതാക്കന്മാർ മുതൽ 1000 വർഷങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തെ അവരുടെ മേൽ അയച്ചിരിക്കുക. ഞാൻ എൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും എൻ്റെ ജനത്തിന്മേൽ എൻ്റെ ആത്മാവിനെയും പകരും. യെശയ്യാ പ്രവാചകനൊക്കെ 800 വർഷം മുമ്പ് പ്രവചിച്ചിരിക്കുന്ന, യോവേലൊക്കെ പ്രവചിച്ചിരിക്കുന്നത്. ആ സംഗതി അവിടെ നിറവേറുക. എന്തൊരു ഭയങ്കര ഐക്കോണിക്, എന്തൊരു ഭയങ്കര സംഭവം നടക്കുന്ന ദിവസമാണെന്നറിയാമോ? പെന്തക്കോസ്റ്റിന്റെ നിവർത്തീകരണം നടക്കുക. ആ ദിവസത്തിൽ എത്ര പേരുണ്ട് ഇതില്? ലിറ്റിൽ ഫ്ലോക്സ് 120 പേര്.
ബാക്കിയുള്ളവർ വന്നുകൂടിയവർ 3000 പേർ അന്ന് രക്ഷിക്കപ്പെട്ടു. കാര്യം അവർ ഉലകത്തിലുള്ളവർ മുഴുവൻ എത്തിയിരിക്കുക. അവിടെ പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആചരണത്തിന് വേണ്ടി എത്തിയിരിക്കുക. ഇവിടെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, കിങ്ഡം റിജക്റ്റഡ്. കിങ്ഡം റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്, കിങ്ഡം നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഭാഗത്ത് കിങ്ഡം റിജക്റ്റഡ്, ഇവരാരും ഇത് അംഗീകരിക്കുന്നില്ല. ആര്? മഹാപുരോഹിതനും യഹൂദന്മാരും ഇത് ഇസ്രായേൽ ആസ് എ ഹോൾ ഇത് അംഗീകരിക്കുന്നില്ല. ഈ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 4-5 അധ്യായത്തിലൊക്കെ അവരെ പിടിച്ച് ജയിലിലിടുക. അവരോട് യേശു ക്രിസ്തുവിന്റെ പേരിൽ മിണ്ടിപ്പോയേക്കല്ലെന്ന് പറയുക. ഈ നാമം ഇവിടെ ഉച്ചരിച്ചു പോയേക്കല്ലെന്ന് പറയുക. ഇതാരാ പറയുന്നത്? യഹൂദ ജനം, ഇസ്രായേൽ തലതല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനം. അവരെ ദൈവത്തെ റിജക്ട്, കിങ്ഡം റിജക്റ്റഡ്. കിങ്ഡം ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്രോമിസ് നിറവേറാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് പ്രസംഗിച്ച സ്തേഫാനോസിനെ 7-ാം അധ്യായത്തിൽ എറിഞ്ഞു കൊന്നിരിക്കുക. നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് മറന്നു പോകല്ല. എന്നാൽ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ ഓരോന്നും കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നിരിക്കുക. 8-ാം അധ്യായം ഞാൻ മേലെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ദ ഗ്ലോറി ഓഫ് ഗോഡ് ലീവ്സ് ജെറുസലേം. ദൈവത്തിന്റെ മഹത്വം ഇസ്രായേൽ വിടുകയ, യെരുശലേം വിടുകയ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്കറിയാം എന്താ നടക്കുന്നത്. യെരുശലേം ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം അതിന്റെ കിഴക്കേ വാതിൽ കൂടി ഇറങ്ങി അത് അങ്ങനെ ഒലിവ് മലയിൽ ചെന്ന് അതുവഴി അങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ യെരുശലേമിൽ നടക്കേണ്ടുന്ന അത്ഭുത പ്രവർത്തികൾ, യെരുശലേമിനെ ദൈവം കൈവിട്ടിരിക്കുക. യെരുശലേമേ, യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ പാർപ്പിക്കുന്ന പോലെ നിങ്ങളെ എന്റെ ചിറകിൻ കീഴിൽ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അങ്ങനെ യെരുശലേം വിടുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ ദൈവം പൗലോസിനെ വിളിക്കുക. 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. ഈ 9-ാമത്തെ അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ദൈവം പൗലോസിനെ വിളിക്കുന്നുവെങ്കിലും ഇവിടെ വെച്ച് 31 ഡിസംബർ ഈ വർഷം കഴിഞ്ഞു, ജനുവരി 1 അടുത്ത വർഷം ആരംഭിച്ചു എന്ന് പറയുന്ന മാതിരി ഒരു വെട്ടൊന്ന് മുറി 2 എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അല്ല ഇവിടെ നടന്നത്. മനസ്സിലായോ? ഇവിടെ ദൈവം കാലാകാലങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി ഡിമിനിഷ് ആയി പോവുകയാണ്, അത് ഫേസ് ഔട്ട് ആയി പോവുകയാണ്. സ്ലോലി അത് ഫേസ് ഔട്ട് ആയി പോവുകയും വേറൊന്ന് ശരിക്കും അത് അപ്പിയർ ആയിക്കൊണ്ടിരിക്കുക, ഫേസ് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം കംപ്ലീറ്റ്ലി ഫേസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 10-ലൂടെയൊക്കെ നടക്കുന്നത് കൊർന്നലിയോസിന്റെ അടുക്കൽ നടക്കുന്ന ജാതികളുടെ രക്ഷാ പദ്ധതി, അതായത് ജാതികൾക്കും ഈ ഒരു ദൈവിക പദ്ധതിയിൽ കൂടി രക്ഷ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. അവരോട് ദൈവം പറഞ്ഞിരുന്ന പക്ഷെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു യഹൂദിയ വിശ്വാസത്തിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യഹൂദിയ പ്രോസ്ലൈറ്റ് ആയിട്ട്, യഹൂദിയ മതാനുസാരികളായിട്ട് അവർക്ക് അതിലുള്ള രക്ഷയുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ദൈവം ഇവിടെ കാണിക്കുന്നത്. ഇതിവിടെ കാണിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോവുകയാണ്. ആ 15-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു ജെറുസലേം കൗൺസിൽ ഉണ്ടാകും. ആ കൗൺസിൽ ഉണ്ടാകുമ്പോൾ ഇത് ഇവിടെ നടക്കുന്ന ഈ 10-ാമത്തെ അധ്യായത്തിൽ നടക്കുന്ന ഈ ഇൻസ്റ്റൻസ് അവിടെ യാക്കോബിനും ഈ പത്രോസ് അപ്പോസ്തലനും ഒക്കെ മനസ്സിലാകുവാനായിട്ടും അത് അവർക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഒക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. നമ്മൾ അതിലേക്ക് വരുമ്പോഴത്തേന് നമുക്കതിനെ കൂടുതൽ മനസ്സിലാവും. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകല്ല. 15-ാമത്തെ അധ്യായത്തിൽ ജെറുസലേം കൗൺസിൽ കൂടുക. എന്താണ് ജെറുസലേം കൗൺസിൽ? നമ്മൾ കുറെ കൂടെ വരുമ്പോൾ അതിനെ കൂടുതൽ ക്ലാരിറ്റി കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെടുന്ന മനുഷ്യര് അവരെന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന ഭാഗമാണ് ജെറുസലേം കൗൺസിൽ എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ ഈ ചാപ്റ്ററുകളുടെ ഓവർവ്യൂ കൂടെ ഞാനത് ഒന്ന് പറയാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. 10-ാമത്തെ അധ്യായത്തിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, നമ്മളിപ്പം വായിച്ചു നിർത്തിയ വാക്യം വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് കൊർന്നലിയോസിന് ലഭിച്ച ദർശനമാണ്. കൊർന്നലിയോസിന് ദൈവം ഒരു ദർശനം കൊടുക്കുക. സൈമൾട്ടേനിയസ്ലി പാരലലി ദൈവം വേറൊരു ദർശനം പത്രോസിന് കൊടുക്കുക. 9 മുതൽ 18 വരെ പത്രോസ് അപ്പോസ്തലന് ലഭിച്ച ദർശനമാണ്. 19 മുതൽ 33 വരെ നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ കൊർന്നലിയോസിന്റെ ഭവനം സന്ദർശിക്കുന്ന ഭാഗമാണ്. പത്രോസ് കൊർന്നലിയോസിന്റെ ഭവന സന്ദർശനം ചെയ്യുന്നു. 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ പ്രസംഗമാണ്, കൊർന്നലിയോസിന്റെ വീട്ടിലെ പ്രസംഗമാണ്. 45 മുതൽ 48 വരെ ജാതികൾ പരിശുദ്ധാത്മാവിലും ജലത്തിലും സ്നാനമേൽക്കുന്നു. ഇതാണ് 10-ാം അധ്യായത്തിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. 1 മുതൽ 8 വരെ കൊർന്നലിയോസിന്റെ ദർശനം, 9 മുതൽ 18 വരെ പത്രോസിന്റെ ദർശനം,
19 മുതൽ 33 വരെ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനം സന്ദർശിക്കുന്ന ഭാഗം, 34 മുതൽ 44 വരെ പത്രോസിന്റെ പ്രസംഗം, 45 മുതൽ 48 വരെ ജാതികൾ പരിശുദ്ധാത്മാവിലും ജലത്തിലും സ്നാനമേൽക്കുന്ന ഭാഗം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ന് ക്രിസ്ത്യാനി ഫോളോ ചെയ്യണമെന്ന് മാതൃകയാണെന്നും പത്രോസ് ആണ് പൗലോസിനേക്കാൾ മുമ്പിൽ ജാതികളോട് സുവിശേഷം അറിയിച്ചതെന്നും ഒക്കെ നമ്മുടെ ഇടയിൽ ആൾക്കാർ പറയാറുണ്ട്. കുറെ കൂടെ ഇന്നത്തെ ട്രഡീഷണൽ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ ഒരു വാദത്തിനായിട്ട് പറയാറുള്ള കാര്യമാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞു തുടങ്ങിയപ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നോട് പറഞ്ഞിരുന്ന കാര്യം ഏതാ, ബ്രദർ താങ്കൾ പറയുന്നത് പോലെ അല്ല, പത്രോസ് ആണ് ആദ്യമേ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ സുവിശേഷം പറഞ്ഞു തുടങ്ങിയെന്നൊക്കെ. പക്ഷെ അന്നൊന്നും നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല, സാവകാശമില്ല. അതുകൊണ്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിസിപ്പേറ്റിംഗ് റെവലേഷൻ എന്ന് പറയും. ആന്റിസിപ്പേറ്റിംഗ് റെവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യത്തെ നമ്മൾ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ അതിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എന്താ എന്ന് പറയുന്നത്, എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ക്രൂശ് നടക്കുന്നതിന് മുൻപ് നമ്മൾ പറയുകയാണ്, അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ തുടങ്ങുന്ന കാലം, യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് ക്രൂശിലൂടെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ക്രൂശ് ഉണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പത്രോസ് അപ്പോസ്തലന്റെ തലേ ദിവസം പോലും ക്രൂശിൽ കൂടി കർത്താവ് മരിക്കും എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ കർത്താവേ നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് അതിന്റെ തലേ ദിവസം പോലും അറിയത്തില്ല. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ കാലത്ത്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും ക്രൂശിൽ കൂടിയാണ് ആൾക്കാർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് ഇന്ന് ക്രൂശ് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ പുറകിൽ, അത് റിവീൽ ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അതിനെ ഉപയോഗിക്കുക. അതിനെയാണ് ഈ ആന്റിസിപ്പേറ്റിംഗ് റെവലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ ഒത്തിരി തെറ്റുകൾ വരാൻ കാര്യം പോളിൽ കൂടെ വെളിപ്പെട്ട ഒരു കാര്യമാണ് ക്രൂശും, ക്രൂശിന്റെ മഹത്വവും, ക്രൂശിലെ വിശ്വാസത്താലുള്ള രക്ഷയും, ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിലുള്ള പരിഹാരവും ഒക്കെ. ഇത് പത്രോസ് അപ്പോസ്തലനോ അതിനു മുമ്പുള്ള ആൾക്കാർക്കോ അറിയത്തില്ല. അവരുടെ സുവിശേഷം കർത്താവായ യേശു തന്നെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള സുവിശേഷമാണ് അവരറിയേണ്ടത്. ഇന്ന് പത്രോസ് അപ്പോസ്തലൻ ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയപ്പോൾ, എന്നെ തെറ്റിദ്ധരിക്കില്ല, പക്ഷെ ഇതൊരു വാസ്തവമാണ്. പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയപ്പോൾ പത്രോസ് അപ്പോസ്തലന് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് എന്തറിയാമോ അതിൽ കൂടുതൽ ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. തെറ്റിപ്പോയെന്ന് തോന്നുന്നു, നിങ്ങൾ മനസ്സിലായില്ല തോന്നുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പത്രോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് എന്തറിഞ്ഞിരുന്നു, അതായത് കൊർന്നല്യോസ് അവന്റെ ഭവനത്തിൽ പോകുമ്പോൾ പത്രോസ് അപ്പോസ്തലന് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് എന്തറിയാമോ അതിന്റെ 4 ഇരട്ടി ഇന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒത്തിരി കൂടുതൽ ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും അറിയാം എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. കാര്യം അതൊന്ന് വെളിപ്പെട്ടിരുന്നില്ല. ഇന്ന് വെളിപ്പെട്ടതിൽ 13 ലേഖനങ്ങളിലൂടെ അതിന്റെ 4 വശങ്ങളും സകല ഡയമെൻഷൻസും എഴുതി, അതിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എല്ലാം എഴുതി നമ്മളെ അറിയിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്കിന്ന് അത് അറിയാം. നമ്മൾ അതെടുത്ത് അതിന് മുമ്പ്, അത് റിവീൽ ആകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു പോകും. അതിനെയാണ് ആന്റിസിപ്പേറ്റിംഗ് റെവലേഷൻ തെറ്റായ പഠിപ്പീര്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയി ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് അല്ല പ്രസംഗിച്ചത്. അദ്ദേഹത്തിന് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്നേ അറിയത്തില്ല. കാര്യം അത് അദ്ദേഹത്തിന്റെ വിളിയല്ല, അതിൽ അദ്ദേഹത്തിന്റെ അത് അറിയേണ്ട ആവശ്യവും ആക്ച്വലി ഇല്ല. കാര്യം അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടല്ല. അവർ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ എന്നുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ദൈവിക വിളിയുടെ ഒരു പദ്ധതിയിലല്ല അവരായിരിക്കുന്നത്. അത് മനസ്സിലാകുന്നു. ഞാനൊന്നും കൂടുതലായിട്ട് കടന്നു പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം പത്രോസ് അപ്പോസ്തലന്റെ വിളി അതല്ല. ഇവിടെ ജാതികൾക്കുള്ള വഴി തുറക്കുന്നത് പൗലോസിൽ കൂടെയാണ്. ഒരു വാക്യം മാത്രം ഞാൻ ഒന്ന് കാണിച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 14-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, അതിന്റെ 27-ാമത്തെ വാക്യം, 14-27 അവിടെ കണ്ടില്ലയോ? അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി. ആര്? പൗലോസ് അപ്പോസ്തലൻ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു.
പോളിനാണ് ഈ ജാതികളുടെ ഇടയിലെ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. ആൻഡ് വെൻ they were come and had gathered the church together, they rehearsed all that God had done with them and how he had opened the door of faith unto the Gentiles. പൗലോസ് അപ്പോസ്തലനാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 14 എഴുതിയിരിക്കുന്ന കാര്യമാണ്. ജാതികളുടെ ഇടയിലുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത് പോളിനാണ്, പൗലോസ് അപ്പോസ്തലനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നു. പത്രോസ് അപ്പോസ്തലനെ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് അയച്ചത് ജാതികളോട് പറയാനുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് ജാതികൾക്കും കിങ്ഡം ഗോസ്പലിൽ രക്ഷയുണ്ട്, അവർ കിങ്ഡം ഗോസ്പൽ കൂടെ വിശ്വസിച്ച് ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരാം എന്ന് അവരോട് പറയാനും അവരെ അതിലേക്ക് വിളിക്കുവാനും വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ തിരിച്ച് വീണ്ടും മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അതിന്റെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോരുന്നു. ഈ കൊർന്നല്യോസ് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുകയാണ്. ഇദ്ദേഹം ഒരു ശതാധിപനായിരുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ശതാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോമൻ ജനറൽ ആണ്. ആക്ച്വലി റോമൻ പട്ടാളത്തിലെ ഒരു സെഞ്ചൂറിയൻ, അതായത് 100 പട്ടാളക്കാർക്ക് അധിപനാണ്. സഹസ്രാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 1000 പട്ടാളക്കാർക്ക് അധിപനാണ് സഹസ്രാധിപൻ എന്ന് പറയുന്നത്. ശതാധിപൻ എന്ന് പറയുന്നത് 100 പട്ടാളത്തിന് അധിപനാണ്. അങ്ങനത്തെ ഒരാളാണ്. വളരെ ബഹുമാനിക്കപ്പെട്ട ഹോണറബിൾ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇദ്ദേഹം ഒരു ജൂവിഷ് പ്രോസലൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരാളാണ്. പൂർണ്ണമായിട്ടും പരിച്ഛേദന ചെയ്ത് ആ ഒരു വിശ്വാസത്തിലേക്ക് വന്ന് ഒരു യഹൂദ മതാനുസാരിയായി തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ജൂവിഷ് പ്രോസലൈറ്റ് ആയിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. എങ്കിലും ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും വീട്ടിലുള്ള എല്ലാവരോടും ചേർന്ന് ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഏത് ദൈവത്തെയാ? അർത്തമീസിനെയോ അശേരായോ തമ്മൂസിനെയോ ഭയപ്പെടുന്ന കാര്യമല്ല ഈ പറയുന്നത്. ജീവനുള്ള ദൈവം യഹോവയായ ദൈവത്തെ ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. 3, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ. എന്താ ഈ 9-ാം മണി നേരത്തിന്റെ കാര്യം? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം പഠിച്ചപ്പോൾ പഠിച്ചു. യഹൂദന്റെ പ്രാർത്ഥന 3 നേരമാണ് ഒരു ദിവസം. അത് എപ്പോഴൊക്കെയാ? രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 3 മണിക്കും. ഈ 3 നേരമാണ് പ്രാർത്ഥന. ഇതിലെ 2 നേരം, അതായത് രാവിലെ 9-ാം മണി ഉച്ചയ്ക്ക് 3 മണി, ഈ 2 നേരവും യാഗപ്രാർത്ഥനയാണ്. അതായത് യെരുശലേം ദേവാലയത്തിൽ യാഗം നടക്കും. ആ യാഗം നടക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. അതിലെല്ലാവരും മുട്ടുകുത്തി അതാത് സ്ഥലങ്ങളിൽ വീണ് ഈ മുസ്ലിംസ് അവരുടെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പോലെ അവർ വീണ് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഈ 3 നേരവും. അതായത് രാവിലത്തെ 9 മണി, ഉച്ചയ്ക്കത്തെ 12 മണി, ഉച്ചയ്ക്ക് ശേഷം 3 മണി. ഇത് ഇവരുടെ ക്രമത്തിൽ, നമ്മുടെ ക്ലോക്ക് അല്ല അവർ ഫോളോ ചെയ്യുന്നത്. അവർ ഫോളോ ചെയ്യുന്നത് 6 മണി, രാവിലെ 6 മണിക്കാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ 9 മണി എന്ന് പറഞ്ഞാൽ അവരുടെ 3-ാം മണിയാണ്. നമ്മുടെ 12 മണി എന്ന് പറഞ്ഞാൽ അവരുടെ 6-ാം മണിയാണ്. നമ്മുടെ 3 മണി എന്ന് പറയുന്നത് അവരുടെ 9-ാം മണിയാണ്. അതായി പറയുന്നത് വൈകിട്ട് 3 മണിക്ക് അവൻ പകൽ ഏകദേശം 9-ാം മണി നേരം, അതായത് നമ്മുടെ 3 മണിക്ക് ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദിയ ടൈമിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കയറിയിരിക്കുക, പ്രാർത്ഥിക്കുക. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവം അവന്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് അവന് മറുപടി അയച്ചിരിക്കുക. അവനോട് ഡയറക്ട്ലി ഇടപെടുക. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. യോപ്പ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഒരു സ്ഥലമാണ്. യോപ്പ എന്ന് പറയുന്നത് ജാഫ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലവും പഴയ കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്ന ഒരു സ്ഥലവുമാണ്. ശലോമോന്റെ കാലത്തെ ഏറ്റവും വലിയൊരു തുറമുഖം അവിടെ ആയിരുന്നു. ഇന്നത് ടെൽ അവീവിന്റെ ഭാഗമാണ്. ടെൽ അവീവിന് അടുത്തുള്ള ചില തുറമുഖ ഭാഗങ്ങളാണ് യോപ്പ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ യോനയെ നിനവയിലേക്ക് അയക്കുമ്പോൾ തർസീസിലേക്ക് പോകുന്നത് ഈ യോപ്പയിൽ നിന്ന്, അവിടുത്തെ തുറമുഖ പട്ടണത്തിൽ നിന്ന്. ആ ഒരു തുറമുഖമാണ് ഈ യോപ്പ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ഇസ്രായേലിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക എന്ന് പറഞ്ഞു. അവൻ തോൽ കൊല്ലനായ ശിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ഈ തോൽ കൊല്ലൻ എന്ന് പറയുന്നത് തോലുകൊണ്ട്
സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുന്ന ടാനർ എന്ന് പറയുന്ന ലെതർ ടാനർ ആ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ തോൽ കൊല്ലന്മാർ എന്ന് പറയുന്നത്. ഇത് സാധാരണ സിറ്റിയിലെങ്ങും ഈ സംഗതി വെക്കത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചത്ത മൃഗവും അതിന്റെ തോലും അതിന്റെ നാറ്റവും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഈ സിറ്റിയിലെങ്ങും ഈ സംഗതി വെക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഒഴിഞ്ഞ കോണിലോ ദൂരെ കടലിന്റെ തീരത്തൊക്കെ അതുപോലുള്ള ഒഴിഞ്ഞ കോണിലെ ഇങ്ങനെയുള്ളവർ താമസിക്കത്തുള്ളൂ. അവിടാണ് ഈ തോൽ കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ, അതും യഹൂദന തോൽ കൊല്ലനായ ശീമോൻ കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യമുണ്ട്, പത്രോസ് അപ്പോസ്തലൻ താമസിക്കുന്നത് ഈ പുള്ളിയുടെ കൂടാണ്. ഇതേ ഒരു ശീമോൻ തന്നെയാണ്. പണി തോൽ കൊല്ലനാണ്, നാറിയിട്ട് അവിടെ അടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അവിടെ പത്രോസ് അപ്പോസ്തലൻ താമസിക്കുന്ന പുള്ളിയുടെ വീട്ടിലാണ്. ഈ പണി ഇങ്ങനെ ആയതുകൊണ്ടും യഹൂദൻ ഈ ബ്ലഡും ഈ ചത്ത മൃഗവും അതിന്റെ തോലും ഒക്കെ ആയിട്ടുള്ള ഒരു സഹവാസം വളരെ കുറവാണ്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരാരും ഇഷ്ടപ്പെടുന്ന പണിയല്ല ഇത്. വളരെ റെയറായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പണിയാണ്. അതും അങ്ങനെ കടലിന്റെ സൈഡിലെങ്ങാനൊക്കെ പോയി താമസിച്ച് ചെയ്യുന്ന ഒരു പണിയാണ്. അവിടാണ് അപ്പോസ്തലനായ പത്രോസ് താമസിക്കുന്നത്. ഈ യോപ്പയിലെ തോൽക്കൊല്ലനായ ഈ മനുഷ്യന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അടുത്ത വാക്യം, അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും, കൊർന്നല്യോസ് 3-4 പേരെ അങ്ങോട്ട് അയക്കുക. തന്റെ കൂടെ നിൽക്കുന്ന സജ്ജൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും എടുത്തു കൊടുക്കാൻ ഈ പട്ടാളക്കാരുടെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ റെജിമെന്റിൽ അവരുടെ ക്യാമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ മേജർമാര്, ജനറൽ, സീനിയർ പൊസിഷനൊക്കെ ഇരിക്കുന്നവരുടെ കൂടെ ആ വീട്ടിൽ പുള്ളിക്ക് വേണമെന്നൊക്കെ എടുത്തു കൊടുക്കാനും എടുക്കാനും പരിചരിക്കാനും ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും ഷൂ പോളിഷ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ എപ്പോഴും പട്ടാളക്കാർ കൂടെ കാണും, അതുപോലുള്ള പൊസിഷനിൽ നിൽക്കുന്നവർക്ക്. എന്ന് പറഞ്ഞത് മാതിരിയുള്ള ഒരാളാണ് അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളി. പുള്ളിയെ കൂടെ ഈ കൂട്ടത്തിൽ അയച്ചിരിക്കുക. വിളിച്ച സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. അവരങ്ങനെ ഒരു ഗ്രൂപ്പ് യോപ്പയിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോളിന് അടുത്തൊരു ഭാഗം പത്രോസ് അപ്പോസ്തലനെ ദൈവം അതേ സമയത്ത് വേറൊരു സ്വപ്നം കാണിക്കുക. ഇതേ സമയത്ത് തന്നെ ഇങ്ങനെ ഒരാൾ വരുന്നു എന്നുള്ള സ്വപ്നം ദൈവം അവിടെ കാണിച്ചു കൊടുക്കുക. 9-ാമത്തെ വാക്യം, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. ഇതെന്താ 6-ാം മണി നേരം? ഇതാണ് നമ്മുടെ 12-ാം മണി. ഈ പത്രോസ് ഒന്നും യഹൂദിയ വിശ്വാസികളാ. അവരൊന്നും എങ്ങും മാറിയിട്ടില്ല. അവർ 9-ാം മണി നേരത്തും 12-ാം മണി നേരത്തും 6-ാം മണി നേരത്തും ഒക്കെ യഹൂദിയ പ്രാർത്ഥനയും യാഗപ്രാർത്ഥനയുമാണ്. അവരതിൽ നിന്നും എങ്ങും മാറിയിട്ടില്ല. ഇത് 10-ാമത്തെ അധ്യായത്തിലായത്. അല്ലെന്നുണ്ട് ഏത് സമയത്തെങ്കിലും അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചാൽ പറയാം. ഈ 12-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് വെൺമാടത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന എന്തിന്? മനസ്സിലായോ? അവരാണ് ഒറിജിനൽ യഹൂദന്മാർ. അവർ കർത്താവിനെ കാത്തിരുന്നവർ. അവരെങ്ങും ഹോള് കെട്ടി മാറി തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി പുതിയ വിശ്വാസം ആരംഭിക്കുമെന്നും അല്ല. അവർ ഒറിജിനൽ യഹൂദന്മാരാണ്. പത്രോസും യാക്കോബും യോഹന്നാനും പന്തിരുവരെല്ലാം യഹൂദന്മാരാണ്. നമ്മൾ അവരെ ക്രിസ്ത്യാനി ആക്കിയിരിക്കുക. അവർക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്നേ സത്യം പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഭാവിയിൽ ഞാനത് അങ്ങനെ അങ്ങ് വിടുക, നമുക്കൊക്കെ അവരെ കാണാനുള്ള അവസരം കിട്ടും. അന്നൊന്ന് ചോദിച്ചു നോക്കണം പത്രോസ് അപ്പോസ്തലനോട്, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് അറിയത്തേയില്ല. പോളാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് ക്രിസ്ത്യാനിറ്റി. നമ്മൾ ഇവരുടെ എല്ലാം കൂടെ ചേർന്നിട്ട് ആ റീപ്ലേസ്മെന്റ് തിയോളജിയുടെ പുറകെ പോയിരിക്കുന്ന കാരണം ഇതിൽ ഓരോരുത്തരെ നമ്മൾ നേതാക്കന്മാരായിട്ട് വാഴിച്ചേക്കുക. അവരെല്ലാം ദൈവത്തിന്റെ വിളിപ്രകാരം വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ഇറങ്ങിയിരിക്കുന്ന യഹൂദന്മാരാണ്. അവരുടെ പിതാക്കന്മാരോട് കൊടുത്ത വാഗ്ദത്തമാണ് അവർക്ക് ലഭിക്കുന്നത്. പിറ്റേന്നാൾ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചത് 12 മണിയാണ്. നല്ല വിശപ്പുള്ള സമയമാണ്. അങ്ങനെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് കയറി. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. അങ്ങനെ ഒരു ട്രാൻസിലായിരിക്കും, ഒരു വിവശതയിലായിരിക്കുക. വിശന്നിട്ട് വിവശതയായതല്ല. ആ സമയമായപ്പോഴത്തേന് ദൈവം അങ്ങനൊരു ദർശനം കാണിച്ചു കൊടുക്കുക. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തൂപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. ദൈവം അങ്ങനെ കാണിക്കുക. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല എന്ന് പറഞ്ഞു.
ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികളിൽ നിന്ന് ചിലർ വരാൻ പോവുക. 3-4 പേര് ഇപ്പം മുറ്റത്ത് വരും, പടികൾ വരും, വന്നിട്ട് വിളിക്കുമ്പോഴത്തേന് ഇദ്ദേഹം മടി പറയാൻ ഇടയാകല. അതുകൊണ്ട് ഈ ഒരു ഇൻസ്റ്റൻസ് കാണിച്ചു കൊടുക്കുക, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറയുക. അടുത്തത്, ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഇവിടെ കാണിക്കുന്ന കണ്ടോ, സകല മൃഗങ്ങളും ഇഴജാതികളും ജന്തുക്കളും ഒക്കെയാണ് ജാതികളെ കാണിക്കുന്നത്. നമ്മളൊന്നും നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഭാഗമല്ല, നമ്മളൊന്നും ആടൊന്നും അല്ല. ഇത് കണ്ടില്ലേ, നമ്മളെ കാണിക്കുന്ന കണ്ടില്ലേ, ഇതുപോലുള്ള ഇഴജന്തുക്കളും മൃഗങ്ങളും ഒക്കെയാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. കാണാതെ പോയ ആടുകൾ നമ്മളാണെന്നൊക്കെ ആൾക്കാർ പ്രസംഗിക്കാറുണ്ട്. നമ്മളൊന്നും ആടിന്റെ കൂട്ടത്തിലാകാറായിട്ടില്ല. ഈ ദർശനം കണ്ട എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. പത്രോസ് എന്നും മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. എല്ലാം പരിശുദ്ധാത്മാവിലാണ്, ഡയറക്റ്റ് കൺട്രോളിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് പോക എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താ അപ്രൂവൽ വേണ്ടി, എന്തൊരു കൺഫർമേഷനാണ് വേണ്ടുന്നത്? ദൈവം കൂടെ നിൽക്കുക, കൂടെ നിന്ന് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ പോകുമ്പോൾ പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങി ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ അധികം നിൽക്കുന്നില്ല, കാര്യം നമുക്ക് അത്രയും അധികം ടേക്ക് അവേ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വായിച്ചു വിടുക. എന്നാൽ എനിക്ക് അടുത്ത 1-2 വാക്യമുണ്ട്, അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോഴത്തേനും നമുക്ക് കറക്റ്റ് 10 മിനിറ്റ് ആവും. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങി ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിന് അവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു. കാര്യം ഇതെല്ലാം ദൈവം കൺഫേം കാണിച്ചു കൊടുത്തിരിക്കും, ഇനി ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പത്രോസിന്റെ കൂടെ ചിലരെ യോപ്പയിൽ നിന്ന് കൂടെ പോകുന്നുണ്ട്. പിറ്റേന്നാൾ കൈസരിയിലെത്തി. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. അവിടെ അപ്പോഴത്തേന് കൊർന്നല്യോസ് വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുക. പോരാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പട്ടാളക്കാരന്, 100 പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ അണ്ടറിലുണ്ട്. കൂടാതെ അവരുടെയൊക്കെ ആൾക്കാരെയും ഫാമിലിയും ഒക്കെ വിളിച്ചു കൂട്ടി അടുത്ത സ്നേഹിതന്മാരെയും ഒക്കെ കൂട്ടി വരുത്തി അവർക്കായിട്ട് അവിടെ കാത്തിരിക്കുക. ഒരു വലിയ ഗ്രൂപ്പ് അവിടെ, നല്ല കൺവെൻഷൻ ഉള്ള ആള് അവിടെ ഉണ്ട്. പത്രോസ് അകത്ത് കയറി ചെന്നപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നേരെ വന്നിട്ട് കൊർന്നല്യോസ് പത്രോസിന്റെ കാൽക്കൽ അങ്ങ് വീഴുകയാണ്. ആ ഒരു ജാതീയ മര്യാദ പ്രകാരം വന്നിട്ട് വീണ് പത്രോസിനെ നമസ്കരിക്കുക. പത്രോസോ, എഴുന്നേൽക്ക, ഞാൻ ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു അവനെ എഴുന്നേൽപ്പിച്ചു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. 27, അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നു കൂടിയിരിക്കുന്നത് കണ്ടു. അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇതൊരു വലിയ വാക്യമാണ്. ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ അധികം നേരം നിൽക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അടുത്ത ആഴ്ചയിൽ പറ്റുമെങ്കിൽ ഞാൻ ഇത് ഒന്നുകൂടെ ടച്ച് ബേസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകും. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നത് യഹൂദന് നിഷിദ്ധമാണ്. അടുക്കാനോ അവിടെ അടുത്ത് ചെല്ലുവാനോ കഴിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ലോ പ്രകാരം, നിയമപ്രകാരം വിലക്കിയിരിക്കുന്നതാണ്. ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണെന്നറിയാമോ? നിങ്ങളൊക്കെ പറയുന്ന, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നിങ്ങളെ അല്ല, എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത്, ഇവരെല്ലാവരും പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു, സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കി കൊള്ളുകയും, പിറ്റേ ദിവസം മുതൽ അവരെല്ലാ രാജ്യത്തും പോയി എല്ലാവരോടും സുവിശേഷം അറിയിച്ചു, ഒത്തിരി ജാതികളോട് സുവിശേഷം പറഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ട്, ഏകദേശം 10 വർഷമല്ല, 7 വർഷം കഴിഞ്ഞിട്ട്, AD 39 നടക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആണിത്. 7 വർഷം, അതായത് കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ്, ഗ്രേറ്റ് കമ്മീഷൻ കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ ചെല്ലുന്ന ഒരു ജാതിയന്റെ വീടാണ്. അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് കണ്ടില്ലയോ, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ പറ്റത്തില്ല.
ഇദ്ദേഹം എങ്ങനെയാണ് കഴിഞ്ഞ 7 വർഷം എത്ര ജാതികളോടാണ് സുവിശേഷം പറഞ്ഞതെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? ജാതികളോട് സുവിശേഷം പറയാനല്ല പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞത്. ഉലകം മുഴുവനുള്ള യഹൂദൻ ചിതറിക്കിടക്കുന്നു, അവരെ അറിയിക്കാനാ പറഞ്ഞത്. ഇത് 7 വർഷം കഴിഞ്ഞ് ഒരുത്തിന്റെ വീട്ടിൽ വരിക. ഇവിടെ പത്രോസ് വരുന്നത് എവിടുന്നാണെന്നറിയാമോ? ആ തോൽക്കൊല്ലക്കാരന്റെ വീട്ടിൽ നിന്ന്. ആ തോൽക്കൊല്ലക്കാരന്റെ വീടിന്റെ പരിസരത്ത് അടുക്കാൻ പറ്റത്തില്ല, അതുപോലെ നാറുന്ന ഒരു സ്ഥലമാണ്. അവിടെ മുഴുവൻ ചത്ത മൃഗങ്ങളും അതിന്റെ തോലും അതിന്റെ പണി നടക്കുന്ന സ്ഥലമാണ്. അവിടെ താമസിച്ച ആള് ഇവിടെ റോമൻ പട്ടാളക്കാരനാ. കൊർന്നല്യോസ് എന്ന് പറയുന്നത് 100 പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ഒരാൾ ആ വീട്ടിൽ വന്നേക്കുക. അവിടെ വരാൻ അദ്ദേഹത്തിന് പ്രോബ്ലമാണ്. മറ്റിടത്ത് ആ തോൽക്കൊല്ലക്കാരനോട് താമസിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല, കാര്യം അത് യഹൂദന. അവിടെ എത്ര പ്രശ്നം, അതിൽ അവിടെ നിൽക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് പറയുന്നത് കണ്ടോ, ഞാൻ അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നത് എവിടുന്നാ വരുന്നതെന്ന് കൂടെ വന്നിരിക്കുന്നവരുടെ കണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്കിവിടെ വരാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം വിലക്കിയിരിക്കുന്നത്. ഇവർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരാം, പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. 18-ാം അധ്യായം 28-ാം വാക്യം. ഇവിടെ കണ്ടില്ലയോ, പുലർച്ച, അതായത് കർത്താവിനെ ക്രൂശിക്കുന്ന ഒരു രംഗമാണ്. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ യേശു ക്രിസ്തുവിനെ പിടിച്ചിട്ട് അവർ പുലർച്ചെ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി, അടുത്ത ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുക. താങ്കൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല. ഇവര് കൂടെ പോയ യഹൂദന്മാരുണ്ടല്ലോ, ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇവർക്ക് പെസഹ കഴിക്കാൻ പറ്റത്തില്ല, അശുദ്ധരായി പോകും. അത് ജാതീയ സ്ഥലങ്ങളാണ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്ന് ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. ജാതികളാണ് അവിടെ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അതിപ്പോ ആരായാലും കടന്നു ചെല്ലാൻ പറ്റത്തില്ല, നിയമപ്രകാരം വിലക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല. മനസ്സിലായോ? ഇത് ജാതീയ നിയമപ്രകാരം ഇവരെ വിലക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരായിരുന്നാലും ഇവർക്ക് ജാതിയുടെ അടുക്കൽ പോകാൻ പാടില്ല, പറ്റത്തില്ല. 11-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ കാണാം, 3-ാം വാക്യത്തിൽ മറ്റുള്ള 12 ശിഷ്യന്മാരിൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ പത്രോസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രമാണ് പത്രോസിനോട് അതിനെതിരെ എതിർക്കുന്നതെന്നറിയാമോ? നീ ഒരു ജാതിയന്റെ വീട്ടിൽ പോയിരിക്കുന്നു, അവരോടൊപ്പം കഴിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിച്ചിരിക്കുന്നു, എന്താ ഒരു വലിയ അന്യായം താങ്കൾ ചെയ്തിരിക്കുന്നതെന്ന് പത്രോസിനോട് ചോദിക്കുക. മനസ്സിലായോ? ഇവരോടൊന്നും ജാതികളുടെ അടുക്കൽ പോകാൻ ആരും പറഞ്ഞിട്ടില്ല, നമ്മളെ പറഞ്ഞാക്കിയിരിക്കുക. അങ്ങനെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പുറപ്പെട്ട നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതീയ രാജ്യങ്ങളിലും, ഓൾ നേഷൻസ്, ഗോ ആൻഡ് പ്രീച്ച് ടു ദ ഹോൾ നേഷൻസ്, എല്ലാ രാജ്യത്തും ചിതറിക്കിടക്കുന്ന യഹൂദനെ ഈ സദ്വർത്തമാനം അറിയിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഈ നേഷൻസ് എല്ലാം നമ്മൾ ജാതികളാക്കിയത് കാരണം അതെല്ലാം നമ്മളോട് അറിയിച്ചു എന്നാക്കി. ഇത് 9 വർഷം കഴിഞ്ഞിട്ട് കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകുന്ന ഒരു കാര്യത്തിൽ എന്തിനാ എന്നെ വിളിപ്പിച്ചെന്ന് ചോദിക്കുക, എനിക്ക് എങ്ങനെ നിന്റെ വീട്ടിൽ വരാൻ പറ്റുന്നതെന്ന് ചോദിക്കുക. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുത്, ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് ഇന്നലെ എനിക്ക് കാണിച്ചു തന്നു. മനസ്സിലായോ? 7 വർഷം മുമ്പ് ഗ്രേറ്റ് കമ്മീഷൻ തന്നപ്പോൾ പറഞ്ഞു എന്നല്ല ഈ പറയുന്നത്, ജാതികളുടെ അടുക്ക പോകാനാ. ഇന്നലെ എനിക്ക് കാണിച്ചു തന്നു ഒന്നിന്റെ അടുക്ക വരണമെന്ന്, അങ്ങനെ ഞാൻ വന്നിരിക്കാന്ന് പറയുക. അടുത്ത വാക്യം, അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്, എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇതാണ് കണ്ട രസം. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ വന്നിട്ട് കൊർന്നല്യോസിനോട് ചോദിക്കുക, എന്നെ വിളിപ്പിച്ച എന്തിനാണ്? ഒരു ജാതിയെ രക്ഷിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴേ തകർക്കേണ്ടതല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിങ്ങൾ കണ്ടതല്ലേ പത്രോസ് അപ്പോസ്തലനെ എന്തുവാ അവിടെ നടത്തിയെന്നുള്ളത്. 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ സ്നാനപ്പെടുക. ആ തകർത്ത പത്രോസ് അപ്പോസ്തലൻ ഇവിടെ വന്നിട്ട് ചോദിക്കുക, എന്നെ എന്തിനാ വിളിച്ചതെന്ന്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ വിളി ഇവിടെ വന്നൊന്നും പ്രസംഗിക്കാൻ, എന്തിനാ വന്നേക്കുന്നതെന്ന് തന്നെ അദ്ദേഹത്തിന് തിട്ടമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഇവിടെ വന്നിട്ട് കൊർന്നല്യോസിനോട് ചോദിക്കുക, എന്നെ എന്തിനാ വിളിപ്പിച്ചതെന്ന്. അടുത്ത വാക്യം, അതിന് കൊർന്നല്യോസ്, 4-ാം നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. അത് ദൈവം എന്തിനാ വിളിപ്പിച്ചതെന്ന് കൊർന്നല്യോസ് പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ ഇവിടെ കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ സമയം കറക്റ്റ് ആയിരിക്കുകയാണ്.
അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധമോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞാനൊരല്പം നർമ്മം കലർത്തി പറയാൻ ശ്രമിക്കുന്നെങ്കിലും നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് ഒട്ടും വിട്ടുകളയല്ല. മനസ്സിലായോ? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കൂടെ ലോകം മുഴുവനും സുവിശേഷം അറിയിച്ചുവെന്നും ഇവിടെ ജാതികളുടെ അടുക്കൽ സുവിശേഷം പറയാൻ ദൈവം പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അയച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ നിജസ്ഥിതി കൂടെ ഒന്ന് മനസ്സിലാക്കണം. പോളിലൂടെയാണ് ദൈവം ലോകം മുഴുവനും സ്വർഗത്തെ റീകൺസൈൽ ചെയ്യുന്ന, സ്വർഗത്തെ വീണ്ടെടുക്കുന്ന, സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തുന്നത്. അതിനുവേണ്ടി വിളിച്ചത് പൗലോസ് അപ്പോസ്തലനെയാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കൂടി ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുന്നത് കൊർന്നല്യോസിൽ നിന്ന് ജാതിയനെ രക്ഷിച്ചുകൊണ്ട്, ജാതീയ രക്ഷാ പദ്ധതി അല്ലെന്നുണ്ടെങ്കിൽ കിങ്ഡം പ്രോമിസിൽ യഹൂദന്മാർക്ക് രക്ഷയ്ക്ക് അവസരമുണ്ടായിരുന്നുവെന്നും അവരെ രക്ഷിക്കണം എന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നുവെന്നും ഒക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചില വാക്യങ്ങൾ കൂടെ ഒക്കെ വായിച്ച് കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അടുത്ത ആഴ്ചയിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ ഈ ഭാഗത്തെ കറക്റ്റ് ടച്ച് ചെയ്ത് അവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. ഇത്രയും ഭാഗത്ത് നിന്നും പത്രോസ് അപ്പോസ്തലൻ ആ ഭവനത്തിലെത്തുന്നതും അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് പഠിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഇതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ഈ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും സത്യം എന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കുവാനും പത്രോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്തായിരുന്നു, പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്ന് വാസ്തവമായിട്ട് ഒരു ആർഗ്യുമെന്റ് സേക്കിന് വേണ്ടിയിട്ടല്ല. സത്യം തെറ്റിപ്പോയാൽ നമുക്ക് സ്വർഗം നഷ്ടമാകും. നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയാൽ നാം നിത്യ നരകാഗ്നിയിൽ ചെന്ന് ചേരും. അതുകൊണ്ട് ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് നിൽക്കാതെ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം രക്ഷിക്കപ്പെടുവാൻ ഒരിക്കൽ കൂടി പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ബാബു പോൾ പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. അടിമാലിയിൽ നിന്നും ദ ഗേറ്റ് ചർച്ച് ലീഡ് ചെയ്യുന്ന ബാബു പോൾ നമ്മളോടൊപ്പം അടിമാലിയിൽ നിന്ന് ചേരുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കും. പാസ്റ്റർ ബാബു പോൾ. ബാബു പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ലല്ലോ. ഓക്കെ സാറേ, ഓക്കെ, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം വരെയും കർത്താവിന്റെ ദാസൻ കൂടി ദൈവത്തിന്റെ വചനത്തെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. സ്തോത്രം. നാം കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമുക്കത് പഠിക്കുന്നതിനും നമ്മുടെ ശുശ്രൂഷയിലും അത് ഏറ്റവും സഹായമായി തീരുവാനും ദൈവം നമ്മെ അവിടുന്ന് സഹായിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങളുടെ തുറന്നോസിന്റെ പാഠശാല എന്ന 84 ബൈബിൾ ക്ലാസ്സിൽ നിന്ന് കർത്താവെ ഈ സന്ധ്യാസമയം കർത്താവിന്റെ ദാസൻ കൂടി തോമസ് സാറിൽ കൂടി കർത്താവെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വേദവാക്യങ്ങളിൽ നിന്ന് കർത്താവെ ദൈവരാജ്യത്തിൽ ജാതികൾ എങ്ങനെ രക്ഷിക്കപ്പെടുമെന്നുള്ള കർത്താവെ ആ നല്ല ദൈവിക സന്ദേശത്തെ കർത്താവെ നല്ല ക്ലാസ്സുകളായിട്ട് ഇന്ന് കർത്താവെ രാത്രികാലം അടിയങ്ങളെ അവിടുന്ന് കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. പ്രാരംഭമായിട്ട് കർത്താവെ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതിയും സ്വർഗത്തെ ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള സംശയത്തിന് കർത്താവെ വളരെ വ്യക്തമായിട്ട് മറുപടി നൽകുവാനും കർത്താവിന്റെ ദാസനെ പകൽക്കാലം സ്വർഗം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ദൈവത്തിന്റെ വചനം കേട്ടവർക്കെല്ലാം കർത്താവിന്റെ വചനം ആഴമായിട്ട് ഒന്നുകൂടി പഠിക്കുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങളുടെ ഈ ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അടിയങ്ങളോട് അവിടുന്ന് കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അവരുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രയോജനപ്പെടുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊർന്നല്യോസിന് ലഭിച്ച ദർശനവും പത്രോസിന് കൊടുത്ത ദർശനവും പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനം സന്ദർശിക്കുന്നതും പത്രോസിന്റെ പ്രസംഗവും എല്ലാം കർത്താവെ ഇന്ന് പകൽക്കാലം അടിയങ്ങളെ അവിടുന്ന് സവിസ്തരമായിട്ട് കർത്താവിന്റെ ദാസൻ അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പറഞ്ഞു തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. കർത്താവിന്റെ അഭിഷേകത്തിന് ദൈവം ഇന്ന് പകൽക്കാലം അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് ഈ സമയം ഹല്ലേലൂയ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ദേവദാസന്മാരെയും എല്ലാ ദേവദാസിമാരെയും എല്ലാ സൗരസ്ഥാനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറന്നു തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ദൈവത്തിന്റെ വചനം പിന്നെയും ആഴമായിട്ട് പഠിക്കുവാനും ഗ്രഹിക്കുവാനും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. കർത്താവെ എത്രത്തോളം കർത്താവിനെ സഹായിച്ചല്ലോ. വരുന്ന ആഴ്ചയിൽ കർത്താവെ ദൈവത്തിന്റെ വചനവുമായിട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ അവിടെ അടിയങ്ങളെ അവിടെ നിന്നായിരിക്കുവോളം കർത്താവിന്റെ ചിറകിന്റെ മറവിൽ അടിയങ്ങളെ അവിടെ സൂക്ഷിക്കുവാനാകണമെന്ന് അടിയ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഗേൻ മിനിസ്ട്രിയുടെ ഗേറ്റ് ചർച്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിനുവേണ്ടി ചുമൽ കൊടുക്കുന്ന, അതിനുവേണ്ടി അധ്വാനം ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും സ്വർഗ്ഗം അവിടുന്ന് അനുഗ്രഹിക്കുമാറാന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഗേറ്റ് ചർച്ചകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗേറ്റ് ചർച്ചിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്മേലും ദൈവത്തിന്റെ വലിയ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്വർഗവിത്രത്തോട് അടിയങ്ങളെ അവിടുന്ന് സഹായിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെയും ദൈവം ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഇത്രത്തോളം പഠിക്കുവാനായിട്ട് അടിയങ്ങളെയും സ്വർഗം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അടിയങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. തിരു സാന്നിധ്യം കൂടെ ആയിരിക്കും. ദൈവകൃപയാൽ അടിയങ്ങളെ അവിടുന്ന് ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അടിയങ്ങളോടും അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദ ഗേറ്റ് മിനിസ്ട്രീസിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവ് വരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ സഹോദരങ്ങളെയും മറ്റു ഫ്രണ്ട്സിനെയും ഒക്കെ കൂട്ടി ഈ ക്ലാസ്സിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.